So the time is up. Good evening, everyone. Welcome to Back to Base Alumni Talk Series, episode number 2, conducted by IEEE SBGC Palakkad. I am Devika, your host today. Now, we have Sherin Shaukat, 2024 pass out and former vice chair of our executive committee, who is a who is a project associate at IIM Bangalore. She will share the insights on topic networking and building professional relationships. Let's welcome Sherin. Hi all, I'm Sharahin Shaukat. Last year pass out ആണ്. I was pursuing IT in GC Palakkad. Currently working at IIM as a project associate. So ഞാൻ സ്ക്രീൻ ഒന്ന് പ്രസന്റ് ചെയ്യാം. ഞാൻ വളരെ ഒരു ഇൻഫോർമൽ സെഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ലൈക്ക് നമ്മളിത് വെറുതെ എക്സ്റ്റെൻഡ് ചെയ്ത് ലാഗാക്കി വെറുതെ കുറേ കാര്യങ്ങൾ പറയണ്ട. ജസ്റ്റ് ബ്രീഫായിട്ട് എന്തൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ആൻഡ് പിന്നെ നമുക്കൊരു ഇൻഫോർമൽ ആയിട്ട് ഒരു Q&A സെഷൻ പോലെ ചെയ്യാം. ഓക്കെ. സോ ബേസിക്കലി നെറ്റ്വർക്കിംഗ് ആൻഡ് ബിൽഡിംഗ് പ്രൊഫഷണൽ റിലേഷൻഷിപ്സ് ആണ് നമ്മളത്തെ ടോപ്പിക്. എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ നമ്മുടെ ഓഡിയൻസ് ഒരു 3rd year 4th year ഫസ്റ്റ് ഇയർ 5th year 4th year ആ ഒരു ഏരിയയിലുള്ള ആൾക്കാരാണെന്നാണ് ഞാൻ സോ ജനറലൈസ്ഡ് ആയിട്ട് പറഞ്ഞുതരാം. സോ ഇതാണ് ഇന്നത്തെ നമ്മുടെ അജണ്ട. And so why networking matters, let's get started with this. So ഞാനൊരു സ്റ്റോറി ടെല്ലിംഗ് പോലെ പറയാം. Like how I started my networking and networking എന്തുകൊണ്ടാണ് ഒരു like it's a big thing മനസ്സിലായത് എനിക്ക് ഈ ഒരു ഇവന്റ് എന്നാണ്. So when I was in my 3rd year, which was in 2023, നമ്മുടെ ഇൻവെന്റോ നടക്കുന്ന ടൈമാണ്. സോ സെപ്റ്റംബറിൽ ബേസിക്കലി നമുക്ക് കോളേജൊന്നും ഇല്ല, നമ്മൾ ഫുൾ ഇൻവെന്റോന്റെ പ്രിപ്പറേഷനിൽ കോളേജ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ എല്ലാവരും ലൈക്ക് ഇൻവെന്റോന്റെ ലൈക്ക് ടെക്നിക്കൽ അതിന്റെ പ്രിപ്പറേഷൻസിലൊക്കെയാണ്. അപ്പം ഞാൻ ലൈക്ക് കോളേജിലോട്ട് തിരിച്ചത് ഇതിന് വേണ്ടിയിട്ട് വോളണ്ടിയർ ചെയ്യാനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടാണ്. പക്ഷെ അന്ന് ഞാൻ ഒരു കോൺഫറൻസ് കൊച്ചിയിൽ നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞു, വിച്ച് ഈസ് എ DBN കോൺഫറൻസ്. അപ്പം ഈ പിക്ചറിൽ സെക്കൻഡിൽ കാണാൻ പറ്റും, കറുത്തയാണ് എൻ്റെ മറ്റേ ബ്ലൂ ഷർട്ടിലുള്ളത്, അത് കർത്തയാണ്. സോ ഐ തിങ്ക് എവരി വൺ നോസ് കർത്ത. സോ യാ ബേസിക്കലി വി വർ ദേർ അറ്റ് എ കോൺഫറൻസ് ഇൻ DBN വിച്ച് ഇസ് കോൾഡ് DBN കോൺഫറൻസ്. പക്ഷെ അന്ന് ആ ഒരു ഇമ്പൾസീവ് ഡിസിഷൻ എടുത്തുകൊണ്ട് എനിക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസ് കിട്ടി. വാട്ട് ഹാപ്പൻഡ് വാസ്, ഞാൻ നമ്മുടെ കോളേജിലോട്ട് വരേണ്ട ഭാഗം ഞാൻ നേരെ എറണാകുളം പോയി. ആൻഡ് ഐ ഡിഡ്ന്റ് ടെൽ എനി വൺ. ഞാൻ വെറുതെ ഒരു ഇമ്പൾസീവ് ഡിസിഷനിൽ അവിടെ പോയതാണ്. Like literally I didn't have any stay as a girl, I didn't have a stay, food ഒന്നുമില്ല അവിടെ. അത് വലിയൊരു കോൺഫറൻസ്, ഇന്റർനാഷണൽ കോൺഫറൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ വന്നു, അവിടെ എത്തി. ഞാൻ പറഞ്ഞു എനിക്ക് ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് ഇവിടെ ഇവന്റ് എന്താ നടക്കുന്നത് അറിയാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. സോ they were like okay, they are very welcoming. അപ്പം പിന്നെ ഐ വാസ് ഗുഡ് വിത്ത് ലാംഗ്വേജസ്. അപ്പോഴാണ് എനിക്ക് നെറ്റ്വർക്കിംഗ് ലൈക്ക് എന്താ പറയാ ഒരു കാര്യമാണ് മനസ്സിലായത്. അതായത് എനിക്ക് ജാപ്പനീസ് ഒരു ഇച്ചിരി ബേസിക് ലെവലിൽ അറിയാം സംസാരിക്കാൻ. അപ്പൊ അവിടെ ഒരു ഈ ഡെവലപ്പേഴ്സിന് യൂഷ്വലി ഒരു പ്രശ്നം ഉണ്ടാവലുണ്ട്, കോൺവെർസേഷൻ ഇനീഷ്യേറ്റ് ചെയ്യാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. ലൈക്ക് ഞാൻ ജനറലൈസ്ഡ് ആയിട്ട് പറയില്ല, ചിലർക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. സോ അവിടെ എന്റെ റോൾ എങ്ങനെയായിരുന്നു വെച്ചാൽ, ഞാൻ ഡെവലപ്പർ ഒന്നും അല്ലായിരുന്നു, പക്ഷെ വാട്ട് ഐ ഡിഡ് ദെയർ വാസ് ഈ ഡെവലപ്പേഴ്സ് തമ്മിൽ കോൺവെർസേഷൻ ഇനീഷ്യേറ്റ് ചെയ്തിരുന്നു. അപ്പം ഇവർക്ക് ഈ കോൺവെർസേഷൻ ഇനീഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവരുടെ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും. അപ്പം ഐ ആക്ടഡ് ആസ് എ ഇന്റർപ്രറ്റർ ബിറ്റ്വീൻ ദെം. സോ ഇത് കണ്ടിട്ട് കുറെ പേര് ഭയങ്കര ഇംപ്രസ്ഡ് ആയി. അതായത് കുറെ ഡെവലപ്പേഴ്സ് പോർച്ചുഗലിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെയുള്ള കുറെ ഇന്റർനാഷണൽ ഡെവലപ്പേഴ്സ് കണ്ടിട്ട് ഇറ്റ്സ് എ വെരി ഗുഡ് സ്കിൽ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞ കാര്യം ഒരു സ്കില്ലാണെന്ന്. ഞാൻ പൊതുവെ ഒരു എക്സ്ട്രോവേർട്ടഡ് ക്യാരക്ടർ. അപ്പൊ എനിക്കിപ്പം ഒരു റാൻഡം സ്ട്രേഞ്ചറിനോട് പോയി സംസാരിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ലല്ലോ പൊതുവെ. ഇറ്റ് ഡസൻ goes the same for introverted people. I'm not like generalizing these things, but just telling how I get started. അപ്പം അവിടെ ഇതേപോലെ ഒരു ജാപ്പനീസ് ഡെവലപ്പർ എനിക്ക് ലാസ്റ്റ് എൻഡ് ഓഫ് ദ കോൺഫറൻസിൽ എനിക്കൊരു ഗിഫ്റ്റ് തന്നു. കാരണം താങ്ക് യു ഫോർ ഹെൽപ്പിംഗ് മീ ഔട്ട്, ബിക്കോസ് ആളുടെ കോൺവെർസേഷന് ഇനീഷ്യേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ജാപ്പനീസ് ഫുള്ളൊന്നും അറിയില്ല, പക്ഷെ ഇച്ചിരി വെച്ചിട്ട് ഞാൻ എന്തൊക്കെയാ അവിടെ കാച്ചി. സോ ബേസിക്കലി പറഞ്ഞെന്താ വെച്ചാൽ പ്രിൻസിപ്പിൾസ് ഓഫ് എഫക്റ്റീവ് നെറ്റ്വർക്കിംഗ്. അതായത് നമ്മളിപ്പം എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് ആണ്, ഐ യൂസ് ടു ഗോ ടു ദി എന്തിനാന്ന് എനിക്കും അറിയില്ല എപ്പോഴും. അപ്പം ബേസിക്കലി നമ്മള് എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് ആണ്, ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് യു ഗൈസ് ഓൾസോ ഡസന്റ് ഫോളോ ദാറ്റ്. ജാപ്പനീസ് നെറ്റ്വർക്കിങ്ങിന്റെ അവിടെ വരെ കേട്ടിട്ടുള്ളൂ. ഓക്കെ, അതല്ല എന്റെ ഉദ്ദേശം. എനിവേസ്,
സോ എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ്. അതായത് ഐ യൂസ് ടു ഗോ ടു ഓൾ ദീസ് ഈവൻസ്, അതായത് ഈവൻസ് ദാറ്റ് ഡസന്റ് ഈവൻ കൺസേൺ മീ. അപ്പം ഓൾസോ എനിക്കിപ്പോഴും അറിയില്ല വാട്ട് ഡൊമെയിൻ ഐ ഷുഡ് പെർസ്യൂ. അതായത് നമ്മൾ ഈ ഒരു എഞ്ചിനീയറിംഗ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ ഇഷ്ടംപോലെ ഡൊമെയിൻസ് ഉണ്ടാവും, കുറേ ഡയറക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ നമുക്ക് അറിയില്ല ഏത് ഡൊമെയിനിലോട്ടാണ് നമ്മൾ പോകേണ്ടത്, അല്ലെങ്കിൽ സോ അപ്പം നമ്മള് ഒരു എഞ്ചിനീയറിംഗ് ആകുമ്പോൾ നമുക്ക് ഭയങ്കര നമ്മൾ ഓരോന്ന് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങും. എന്റെ 4 years ഞാൻ എന്താ ചെയ്ത് എനിക്ക് ഇപ്പോഴും ഒരു ഐഡിയ ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനൊരു റൈറ്റ് പേഴ്സൺ ആണോ എന്ന് എനിക്കറിയില്ല. ബട്ട് വെൻ ഇറ്റ് കംസ് ടു നെറ്റ്വർക്കിംഗ് ദേ ഓൾവേസ് ടെൽ ദാറ്റ് okay, this is the person you need to go. And I was really good with networking as well. Like ഏതൊരു റാൻഡം ആളെ എനിക്ക് തന്നാലും എനിക്ക് അപ്പം വെച്ച് നെറ്റ്വർക്ക് ചെയ്യാൻ കഴിയും. അതെന്താ വെച്ചാല് ഞാൻ എന്തെങ്കിലും ഒരു ബേസ് ആയിട്ട്, അതായത് ഐ ജസ്റ്റ് സ്റ്റാർട്ട് ഇൻട്രൊഡ്യൂസിങ് മൈസെൽഫ്, അത്രയാണ്. ചിലവർക്ക് അവർ ഇനീഷ്യേറ്റ് ചെയ്യാനേ, ഇപ്പൊ ഞാൻ അയാളോട് പോയാൽ അയാൾ എന്താ വിചാരിക്കുക, ആ ഒരു തിങ്കിങ് ഉണ്ടാവും. എനിക്ക് ആ തോട്ട് പ്രോസസ് ഇല്ല. I don't think what that guy thinks or what that girl thinks or what that professional developer thinks. They may be senior as of us, but then it doesn't matter. We need to take that first step in order to get somewhere. So അത് ഞാൻ എപ്പോഴും നോക്കാറുണ്ട്. സോ ഈവൻ ഇഫ് എനിക്ക് ഇവിടെ IIM ബാംഗ്ലൂർ കിട്ടുന്നതിന്റെ മുന്നേ ഒരു 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 കോൺഫറൻസ് അല്ല, ഒരു മീറ്റപ്പ്, കൈൻഡ് ഓഫ് മീറ്റപ്പ്. എൻ്റെ അടുത്തൊരാളുണ്ട്. എനിക്ക് ആ മീറ്റപ്പ് ബോറായി തോന്നി, ഭയങ്കര ബോറിങ് ആയിരുന്നു ആ മീറ്റപ്പ്. അപ്പൊ എൻ്റെ അടുത്ത് ഒരാൾ ഇരിക്കണം, ഞാൻ ഇയാളെ വിളിച്ചിട്ട് ഞാൻ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ വെറുതെ സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനൊരു 4th year പാസ് ഔട്ടാണ്, എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല, ഇനി എന്താ ചെയ്യണ്ടത്, ഫ്രഷറാണ്, എനിക്കിങ്ങനെ ഈ യാപ്പിംഗ് സ്കിൽസ് ഉണ്ട്, പ്രൊജക്ട് മാനേജ്മെന്റ് ഇച്ചിരി സ്കിൽസ് ഒക്കെ ഉണ്ട്, അല്ലാണ്ട് ഞാൻ അത്ര സംഭവം ഒന്നല്ല. സോ ദിസ് ഗൈസ് സ്റ്റാർട്ടഡ് ടെല്ലിങ് മീ, സെൻഡ് മീ യുവർ റെസ്യൂമേ, ഐ ഗെറ്റ് ബാക്ക് ടു യു എന്ന് പറഞ്ഞു. ആൻഡ് ഇത് ഒരു ടെക്നിക്കൽ പ്രൊജക്ട് മാനേജർ റോളിലോട്ടായിരുന്നു. സോ വിച്ച് മീൻസ് ദാറ്റ് ഈ IIM-ക്കാളും എനിക്ക് ഡബിൾ ആയിട്ട് സാലറി കിട്ടുന്ന ഒരു ജോബ് റോൾ ആയിരുന്നു അത്. ബട്ട് വാട്ട് ഹാപ്പൻഡ് വാസ്, എനിക്ക് IIM നമ്മൾ ഒരിക്കലും വിചാരിക്കാത്തൊരു കാര്യം ആയതുകൊണ്ട് IIM പേഴ്സ് ചെയ്തു. അതാണ് ഉണ്ടായത്. പക്ഷെ അവിടെ ഞാൻ പറഞ്ഞത് വെച്ചാൽ ഞാൻ ആ ഒരു സ്റ്റെപ്പ് എടുത്തതുകൊണ്ട് അവിടെ എനിക്കിപ്പം അയാൾ ലൈക്ക് ഇമ്മീഡിയറ്റ് ഹയർ ചെയ്തു. ലൈക്ക് ജസ്റ്റ് അയാൾക്ക് എന്തോ ഒരു ക്വാളിറ്റി എൻ്റെ ഇഷ്ടമായി. ആൻഡ് ഹി ഗോട്ട് ബാക്ക് ടു മീ. നമ്മൾ ഇന്റർവ്യൂ കഴിഞ്ഞു, പാസ്സായി, നമ്മൾ ഒരു സ്റ്റാർട്ടപ്പ് ആയിരുന്നു, ആ സ്റ്റാർട്ടപ്പിലോട്ട് കയറി. സോ വാട്ട് ഐ മീൻ ഇസ്, നമ്മൾ എടുക്കുന്ന നെറ്റ്വർക്ക്, ലൈക്ക് കുറെ ആൾക്കാരായിട്ട് നെറ്റ്വർക്ക് ചെയ്തിട്ടും കാര്യമില്ല, അതും പറയാനുണ്ട്. ലൈക്ക് അതെനിക്ക് ആദ്യം പറ്റിയൊരു മിസ്റ്റേക്ക് ചെയ്യുന്നു. അതായത് ഞാൻ പോയിന്ന് റാൻഡം ആൾക്കാരോടൊക്കെ ഇതാക്കും. സോ ഐ വാസ് ടോക്കിംഗ് അബൌട്ട് ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി. അതായത് നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് സെലക്റ്റീവ് ആയിട്ട് ഈവൻസിന് പോവുക. അതായത് എല്ലാ ഈവൻസിനും വാരി വലിച്ച് പോവാതെ സെലക്റ്റീവ് ആയിട്ട് എന്ത് ഈവൻസിനാ പോവുക. നമുക്ക് എപ്പോഴും ഒരു ഇതുണ്ടാവും, ഈ ഇയാൾ എന്താ നമ്മളെ കുറിച്ച് വിചാരിക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, ഞാനിപ്പോൾ അയാൾ പോയ ഞാൻ ലൈക്ക് നമ്മുടെ റെസ്യൂമിൽ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഇറ്റ് ഡസന്റ് മാറ്റർ. നിങ്ങളിപ്പോൾ എന്താ ചെയ്യുന്നത്, അത് അവർക്കൊരു ബ്രീഫ് കൊടുക്കുക. ചിലപ്പം അവരൊരു ഡിസൈനറെ അല്ലെങ്കിൽ ഒരു UI/UX ഡെവലപ്പറെ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അവർ നോക്കുന്നുണ്ടാവും. ആൻഡ് ഇറ്റ് മേ ബി യുവർ ലക്ക് ദാറ്റ് ജസ്റ്റ് ബിക്കോസ് യു സ്റ്റാർട്ടഡ് ടോക്കിംഗ് ടു ദം, they'll hire you. Okay, so yeah, that is one thing. Then I'll change the slide. So ഇത് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, എനിക്ക് ഡെവലപ്മെന്റ് സൈഡ് അറിയാം, ലൈക്ക് ഫ്രണ്ട് എൻഡ് സൈഡ് UI/UX ഒക്കെ അറിയാം. ബാക്ക് എൻഡ് ഐ വാസ് റിയലി എ ഡം പേഴ്സൺ, റിയലി ഡം. ഐ യൂസ് ടു ടെൽ ദിസ് ടു എവ്രിവൺ. Okay, so as a IT student, it's a very big contradiction that I don't know coding. So and I used to go to every single hackathons out there. എവിടെ ഹാക്കത്തോൺ ഉണ്ടോ അവിടെ ഞാൻ ഉണ്ടാവും. അത് ഞാൻ ജയിച്ചില്ലെന്ന് എനിക്ക് വിഷയമല്ല, എനിക്ക് ഹാക്കത്തോണിന് പോകണം. അത് എന്തോ ഒരു തലക്ക് ക്രീസ് പിടിച്ച പോലെ ആയിരുന്നു. ഓക്കെ, സോ എവ്രി വൺ ഇൻ ദിസ് 17 people ഉണ്ട്. സോ ഈ ഇതിൽ ഹാക്കത്തോൺ നിങ്ങൾ ഒരു വട്ടെങ്കിലും നിങ്ങൾ കോളേജ് കഴിഞ്ഞതിന്റെ മുന്നേ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. നിങ്ങൾക്ക് പിന്നെ അതിന്റെ ഒരു നാക്ക് കിട്ടും. ചിലവർക്ക് അത് എന്താ പറയാ പ്രൊജക്ട് ബിൽഡിങ്ങിലോട്ടായിരിക്കും, അത് അങ്ങനെ പോകും. ചിലവർക്ക് അത് നെറ്റ്വർക്കിംഗ് സൈഡിലോട്ടായിരിക്കും. ഞാനൊക്കെ അതിന്റെ പ്രൊജക്ട് മാനേജ്മെന്റ് സൈഡിലോട്ടാണ് പോയത്. സോ ദിസ് വാസ് മൈ ഫസ്റ്റ് ഹാക്കത്തോൺ. ആൻഡ് ഈ ഒരു ഹാക്കത്തോണിൽ എനിക്കൊന്നും അറിയില്ല. ലൈക്ക് ഡംബ് എന്ന് പറഞ്ഞാൽ ഞാൻ നടുവിലത് പോയി ഇരിക്കുന്നുണ്ട് അവിടെ. ലൈക്ക് സെക്കൻഡ് ഇയറിലാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് ഹാക്കത്തോൺ പോണത്. ഇത് കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ വെച്ച് നടന്ന ഒരു ഹാക്കത്തോൺ ആണ്, വമ്പൻ ഹാക്കത്തോൺ. ലിറ്ററലി ബാക്കിലിരിക്കുന്ന ആളുകളൊക്കെ വലിയ വലിയ കമ്പനീസും കാര്യങ്ങളും ഉള്ള. എനിക്കിതൊന്നും അറിയില്ല. ഞാൻ അപ്ലൈ ചെയ്തു, ഞാൻ പോയി. എൻ്റെ ടീംമേറ്റ് എന്ന് പറഞ്ഞാലും ഒരു കമ്പനിക്കാരനാണ് ഞാൻ എടുത്തത്. ലൈക്ക് ഒരു കമ്പനി സ്റ്റാർട്ടപ്പ് നടത്തുന്ന ഒരാളെ എടുത്തത്, അതും ലാസ്റ്റ് മിനിറ്റ് വെച്ചിട്ട്. പക്ഷെ ഈ ഒരു ഈവെന്റിനോട് പോയതുകൊണ്ട് ഇഷ്ടംപോലെ കണക്ഷൻ കിട്ടി, ഇഷ്ടംപോലെ. ലൈക്ക് അന്ന് എനിക്കത് മര്യാദയ്ക്ക് എങ്ങനെ യൂസ് ചെയ്യണം എന്ന് അറിഞ്ഞില്ല. പക്ഷെ അന്ന് ആ ഒരു ഈവെന്റ് കൊണ്ട് ലൈക്ക് എനിക്കതിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ തന്നെ കുറെ ആൾക്കാരെ വെച്ച് എനിക്ക് പരിചയം കിട്ടി.
സോ ഓൺ എ ലോങ്ങർ റൺ നമുക്കിത് എപ്പോഴാണ് യൂസ്ഫുൾ ആവുകയെന്ന് അറിയില്ല. ആൻഡ് ഓൾസോ നമ്മൾ ഈ കണക്ഷന് എന്താ പറയുക, വെറുതെ കണക്ഷൻ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, ഇത് നേർച്ചർ ചെയ്യണം. അതായത് നിങ്ങൾ വെറുതെ ഒരാളായിട്ട് പരിചയപ്പെട്ടു, ഡസൻ മാറ്റർ, ആളായിട്ട് പിന്നീട് ഒരു ലോങ്ങർ റണ്ണിൽ എപ്പോഴും ഒരു കണക്ഷൻ ഉണ്ടാവണം. അല്ലാതെ നിങ്ങൾ അപ്പൊ ഒരു യൂസ് വരുമ്പോൾ അവരുടെ അടുത്തേക്ക് പോവുക, ആ പരിപാടിയില്ല. എപ്പോഴും ഇവരായിട്ട് ഒരു ടച്ച് വേണം, ലൈക്ക് ആസ് ഇൻ ഒരു കണക്ഷൻ. സോ ദിസ് വാസ് ദ ഫസ്റ്റ് ഹാക്കത്തോൺ. സോ ഇതിൽ ഹാക്കത്തോൺസ് എക്സ്പീരിയൻസ് എനിക്കെന്ന് പറഞ്ഞാൽ ഹാക്കത്തോൺ ഒരു ട്രിഗറിങ് വേർഡാണ്. അതായത് ഐ ഗോ ഫോർ എവറി സിംഗിൾ ഹാക്കത്തോൺ. അത് ജയിച്ചില്ല ഐ ഡോണ്ട് കെയർ, ബട്ട് എന്തേലും ഒരു ഫോം, ഒരു കോമ്പറ്റീഷൻ എന്തേലും എന്ന് വെച്ചാൽ ഐ യൂസ് ടു ഫിൽ ഇറ്റ് ഔട്ട്. എൻ്റെ ഒരു 4 year എക്സ്പീരിയൻസിൽ ഫ്രം ഫസ്റ്റ് ഇയർ, എൻ്റെ ഫസ്റ്റ് ഇയർ ഫുള്ള് ക്വിസിങ്ങിലായിരുന്നു. IEEE എന്ത് ക്വിസിങ് ഉണ്ടെങ്കിലും ഞാൻ ഉണ്ടാവും. ഐ യൂസ് ടു ഗോ ആൻഡ് വിൻ എവറിത്തിങ്. ഡസൻറ്റ് മീൻ ദാറ്റ് ഐ വൺ ലൈക്ക് 26 ക്വിസ് കോമ്പറ്റീഷൻസ് ഞാൻ ജയിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു 30 ഞാൻ തോറ്റിട്ടുണ്ടാവും. ബട്ട് പീപ്പിൾ സീ ഓൺലി ദ വിന്നിങ് സൈഡ് ഓഫ് മീ. അപ്പം നിങ്ങൾ എന്താ പറയാ, തോൽക്കും അല്ലെങ്കിൽ അത് ഒരു ഹാക്കത്തോണിൽ പോയാൽ കിട്ടൂലേ എന്ന് വിചാരിച്ചിട്ട് പോവാതെ നിൽക്കരുത്. ആ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ട്രൈയിങ് ഔട്ട്, എക്സ്പ്ലോറിങ് ഔട്ട് ഇസ് വാട്ട് മാറ്റേഴ്സ്. ആൻഡ് എൻ്റെ ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ ഓൺലൈനിലായിരുന്നു കംപ്ലീറ്റ്. ആൻഡ് അങ്ങനെ ഓൾസോ കമ്മ്യൂണിറ്റി സൈഡ് പറഞ്ഞു. ഞാൻ ഒരേ ടൈമിൽ കുറേ കാര്യങ്ങൾ പറയും. സോ ഐ തിങ്ക് യു ഗൈസ് ആർ ഫോളോയിങ് ആൻഡ് നോട്ട് ഗെറ്റിംഗ് ബോർഡ്. ഓക്കെ, ഐ ഗെസ് ഇറ്റ്സ് ഓക്കെ. ഞാൻ ഒരേ സമയത്ത് കുറേ കാര്യങ്ങൾ ഒപ്പം പറയും കേട്ടോ. സോ പ്ലീസ് ബെയർ വിത്ത് മീ. കമ്മ്യൂണിറ്റി സൈഡ് നോക്കുകയാണെങ്കിൽ കമ്മ്യൂണിറ്റിയും നിങ്ങൾക്ക് നെറ്റ്വർക്കിംഗ് ഉയരാൻ പറ്റിയ ഒരു നല്ലൊരു ഐഡിയ ആണ്. അതായത് നിങ്ങളിപ്പോൾ ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയറോ ഡസൻ മാറ്റർ, ഈവൻ തേർഡ് ഇയറിനോ ഫോർത്ത് ഇയറിനോ നിങ്ങൾക്ക് തുടങ്ങാം. നിങ്ങൾക്ക് എപ്പോഴും ഒരു ഇതുണ്ടാവും, ഞാൻ ഇപ്പോൾ തേർഡ് ഇയർ ആയില്ലേ, ഫോർത്ത് ഇയർ ആയില്ലേ, ലേറ്റ് ആയില്ലേ. ലേറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമല്ലേ, എവ്രി വൺ ഹാസ് ദെയർ ഓൺ ടൈം. സോ ഫസ്റ്റ് ഇയറിൽ ഐ വാസ് ദ IEEE. I started with IEEE only. Okay, so IEEE എങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്, ഞാൻ റാൻഡം ആയിട്ട് ഒരു മീറ്റിംഗിൽ കയറി. ആൻഡ് ദിസ് മീറ്റിംഗ് വാസ് അബൌട്ട് IEEE. എന്നിട്ട് ഞങ്ങളോട് ഒരു വാട്സ്ആപ്പ് ലിങ്കിലോട്ട് ജോയിൻ ചെയ്യാൻ പറഞ്ഞു. ഞാൻ വെറുതെ ജോയിൻ ചെയ്തു. ആൻഡ് അന്നത്തെ ചെയർ ദിന എന്ന് പറയും, അവര് പെട്ടെന്ന് കണ്ടന്റ് ഡിസൈൻ ലീഡ് എന്ന് പറഞ്ഞ ഒരാളെ വേണമെന്ന് പറഞ്ഞ് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടു. എനിക്ക് കണ്ടന്റ് എഴുതാൻ അറിയാം, ഡിസൈനിങ് ഒരു തേങ്ങ അറിയാത്ത ആളെ. ബട്ട് ഐ ടുക്ക് മൈ ചാൻസ്. അപ്പോ കമ്മ്യൂണിറ്റി വൈസിൽ IEEE തുടങ്ങി. പിന്നെ ടിങ്കർ ഹബിൽ ഞാൻ ബേസിക്കലി ഇതിന്റെ ഒന്നും കമ്മ്യൂണിറ്റി നമ്മളെ കോളേജിൽ ഒന്നും ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് എല്ലാവരോടും ചോദിച്ചാൽ ഇവള് പ്രത്യേകിച്ച് കമ്മ്യൂണിറ്റിയിലൊന്നും ചെയ്തു. പക്ഷെ നമ്മുടെ കോളേജ്, അതായത് GEC പാലക്കാട്, എനിക്കൊരു ഒറ്റ ഇന്റൻഷൻ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഇയർ ഞാൻ എത്തിയപ്പോൾ. നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു സാധനമാണ് GEC പാലക്കാട് എന്ന് പറയുമ്പോൾ NSS പാലക്കാടാണോ ചോദിക്കും. എനിക്ക് ആ ക്വസ്റ്റ്യന് കേൾക്കുന്നതേ ദേഷ്യമാണ്. നമ്മളൊരു ഗവൺമെന്റ് കോളേജിലുള്ള സ്റ്റുഡൻസ് ആണ്. സോ നമ്മുടേതായ കോളേജിന്റെ ഒരു എന്താ പറയാ, ആ ഒരു ലേബിൾ നമ്മൾ ഉണ്ടാക്കേണ്ടത് നമ്മളെ കടമയാണ്. അത് അങ്ങനത്തെ ഒരു തിങ്കിങ് ആയിരുന്നു എനിക്ക് ഫസ്റ്റ് ഇയർ. അപ്പൊ ഞാൻ എവിടെ എല്ലായിടത്തും പറഞ്ഞാലും ഞാൻ GEC പാലക്കാട് നിന്നാണ്, ഐ എം ഫ്രം എ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറഞ്ഞാൽ NSS പാലക്കാടാണോ ചോദിക്കും. ഈ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ മതി എനിക്ക്, like I get so triggered. So this was my first intention why I started with IEEE and why I started going with all these quizzing competitions out there. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇയർ വാസ് ലൈക്ക്, നമ്മുടെ കോളേജിൽ ആർക്കും വല്ല മേ ബി അറിയുന്നുണ്ടാവില്ല, പക്ഷെ ബാക്കിയുള്ള എല്ലാ കോളേജസിലും എന്നെ അറിയുന്നുണ്ടായിരുന്നു. ബിക്കോസ് ഓഫ് ഞാൻ അവരുടെ എല്ലാ കോമ്പറ്റീഷൻസിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. വേറെയുള്ള കോളേജസിൽ IEEE ഏതെങ്കിലും വേറെ എന്തെങ്കിലും കോമ്പറ്റീഷൻ വന്നാൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അങ്ങനെയായിരുന്നു ഫസ്റ്റ് ഇയർ. അങ്ങനെ കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്ത് വാസ് പാർട്ട് ഓഫ് NSS. സോ ഇതൊക്കെ എന്താ വെച്ചാൽ ഓരോരോ എക്സ്പീരിയൻസ് ആണ്. ഇപ്പം നമ്മള് ഓൾസോ എൻ്റെ 4 years ഞാൻ ഒരു പെയ്ഡ് ആയിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. ലൈക്ക് പെയ്ഡ് ഇന്റേൺഷിപ്സ് ആയിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ബട്ട് വോളണ്ടിയറിംഗ് വൈസ് കുറെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ വിചാരിക്കും അത് ഒരു മിസ്കൺസെപ്ഷൻ ആണ്, അതായത് വോളണ്ടിയറിംഗ് ചെയ്താൽ എനിക്കൊന്നും കിട്ടുന്നില്ലല്ലോ. അങ്ങനല്ല. ആ ഒരു വോളണ്ടിയറിംഗ് ചെയ്തുകൊണ്ട് നിങ്ങൾ അവിടെ നോട്ട് ചെയ്യുന്ന ആളുകളുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളെ പിന്നീട് ഇതിൽ വലിയൊരു ഈവെന്റിലോട്ട് വിളിച്ചിട്ടുണ്ടാവും. അതിന്റെ സ്ലൈഡ് ഞാൻ കാണിച്ചു തരാം. ഇത് തന്നെയുള്ളൂ. സോ നമ്മൾ ചിലവർക്കുള്ളൊരു മിസ്കൺസെപ്ഷൻ, വോളണ്ടിയറിംഗിന് ഇപ്പൊ നമ്മളെന്തിനാ വെറുതെ ക്യാഷ് ചെലവാക്കി നമ്മളെന്തിനാ പോകണം, അതിന്റെ ആവശ്യമില്ലല്ലോ എന്ന്. സോ ബേസിക്കലി വാട്ട് ഹാപ്പൻസ് ഇസ്, ആ നിങ്ങൾ ഒരു സ്ഥലത്ത് വോളണ്ടിയർ ചെയ്താൽ നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ ബ്രാഞ്ചസ് ആയിട്ട് കുറേ ചാൻസസ് കിട്ടും. അല്ലെങ്കിൽ ആ വോളണ്ടിയറിംഗിന്റെ ഇടയിലൂടെ തന്നെ നിങ്ങൾക്ക് ലൈക്ക് എന്താ പറയാ, അവിടെ നിന്ന് തന്നെ ഇടയിൽ കൂടെ നെറ്റ്വർക്ക് ചെയ്യാനും പറ്റും. അത് ഒരു ചാൻസ് ആണ്. ആൻഡ് വൺ തിങ് ഐ വുഡ് സജസ്റ്റ് ഇസ് ഇൻ ഡൂസ് ആൻഡ് ഡോൺസ് ഓഫ് നെറ്റ്വർക്കിംഗ്.
be this is like very basic. Be respectful and polite and professional. Personalized communication. Show effort in your outreach. അതായത് ഇത് എല്ലാവരോടും പറയുന്നതാണ്. നമ്മൾ ഇപ്പം ഞാൻ കുറെ ആൾക്കാരെ കണ്ടിട്ടുണ്ട് ലിങ്ക്ഡിനിൽ. ഐ ഹോപ്പ് എവ്രി വൺ ഹാസ് എ ലിങ്ക്ഡിൻ അക്കൗണ്ട്. If not, it's good that you get started with a LinkedIn account so that you have a professional portfolio. അതായത് നിങ്ങളോട് എല്ലാവരോടും ഇനി ഫ്യൂച്ചർ ലിങ്ക്ഡിൻ ഉണ്ടാക്കണം എന്ന് നിർബന്ധമില്ല. ബട്ട് if you have a solid skill, നിങ്ങൾക്ക് ഒരു solid skill set ഇല്ലെങ്കിൽ it's good that you have a LinkedIn. So yeah, if you don't have a LinkedIn, get started it today itself. Just a minute. So നമ്മൾ ലിങ്ക്ഡിനിൽ കുറെ ആൾക്കാർ നമ്മൾ ഈ ആൾക്കാരോട് പോയിട്ട് DM ചെയ്യാറുണ്ട്, എനിക്കൊരു ജോബ് തരൂ, ഇന്റേൺഷിപ്പ് തരൂ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. സോ നമ്മൾ അത് ചെയ്യുമ്പോൾ ഇറ്റ്സ് ഗുഡ് ദാറ്റ് യു ഡു ദാറ്റ്, ബട്ട് when you do that, you need to personalize the communication. അതായത് വെറുതെ കോപ്പി പേസ്റ്റ് ചെയ്ത് കണ്ട് എല്ലാവർക്കും ഇതേ സെയിം DM ചെയ്യരുത്. അതൊരു മിസ്റ്റേക്ക് ആണ് ആക്ച്വലി. ഒരാൾക്ക് ചെയ്യുമ്പോൾ ഹായ് സർ, ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് ജോബ് ഇൻ യുവർ റോൾ ഓർ ഇൻ ദിസ് റോൾ ഇൻ യുവർ കമ്പനി, കുഡ് യു പ്ലീസ് കൈൻഡ്ലി റെഫറൽ മീ ഓർ റെക്കമെൻഡ് മീ ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. It is a good way to show the effort that you do for your outreach. അതായത് നിങ്ങളെ തന്നെ അവിടെ മാർക്കറ്റ് ചെയ്യണം. ഓക്കെ, ആൻഡ് ഓൾസോ ബിൽഡ് ലോങ് ടേം മ്യൂച്വലി ബെനിഫിഷ്യൽ റിലേഷൻഷിപ്സ്. അതായത് നിങ്ങൾ ഇവരോട് ആവശ്യം കഴിഞ്ഞാൽ പിന്നെ ഇവരെ വിടരുത്. നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞ് നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് കിട്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേത് കിട്ടി മറിച്ചത് കിട്ടി വെച്ചിട്ട് നിങ്ങൾ ഇവരെ വിട്ടു പോകരുത്. അവരായിട്ട് ഇപ്പോഴും ആ ഒരു ബന്ധം നിലനിർത്തണം. അല്ലാതെ നമ്മുടെ കാര്യം അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ പരിപാടിക്ക് പോകാൻ നിൽക്കരുത്. ഓൾസോ വാട്ട് ഇസ് ദ ഡോൺസ് ഇസ് അവോയ്ഡ് സ്പാമിങ് ഓർ സെൻഡിങ് മാസ് മെസ്സേജസ്. അതാണ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത്. കോപ്പി പേസ്റ്റ് ചെയ്ത് കണ്ട് കുറെ ആൾക്ക് ഒറ്റയടിക്ക് DM ചെയ്യുന്ന കുറെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ചെയ്യരുത്. അത് ഒന്നാമത്തെ എന്താ വെച്ചാൽ ഇവരൊക്കെ വർക്കിംഗ് പ്രൊഫഷണൽസ് ആണ്. ഞാൻ ഇപ്പൊ പറയുന്ന കോണ്ടെക്സ്റ്റ് എന്താ വെച്ചാൽ ലിങ്ക്ഡിനിൽ നമ്മൾ ചെറിയൊരു DM ചെയ്യുന്ന കാര്യം. സോ നമ്മൾ ഇവർക്ക് ഇങ്ങനെ ഓൾറെഡി ഇവർ ബിസിയാണ്, അതിന്റെ ഇടയിലൂടെ ആയിരിക്കും നിങ്ങളെ ഒരു മെസ്സേജ് കാണുക. സോ ഇങ്ങനെ മാസമായിട്ട് മെസ്സേജ് ചെയ്യുമ്പോൾ ഇവർ മൈൻഡ് ആക്കൂല. സോ അതുകൊണ്ടാണ് കമ്മ്യൂണിക്കേഷൻ പേഴ്സണലൈസ് ആക്കണം എന്ന് പറയുന്നത്. പിന്നെ ഓവർലി അഗ്രസീവ് ഓർ പുഷ് ചെയ്യാവരുത്. ഡോണ്ട് ലോസ് ടച്ച് ആഫ്റ്റർ കണക്ടിങ് നോർച്ചർ ദ റിലേഷൻഷിപ്പ്, as I mentioned before. So these are the platforms of networking. I mean, ഇതെല്ലാവർക്കും അറിയുന്നതാണ് LinkedIn, Twitter, Discord. ബേസിക്കലി ഞാൻ ഇതിലൊന്നും Twitter, Discord ഇതിലൊന്നും വലിയ ആക്റ്റീവ് അല്ല. LinkedIn ഞാൻ ഉണ്ടാക്കിയത് തന്നെ നിങ്ങൾ സ്റ്റുഡന്റ്, ഏതൊരു ഈവെന്റിന് പോയാലും നിങ്ങൾ സ്റ്റുഡന്റ് ആണ്, ഓക്കെ അവർ സ്റ്റുഡന്റ് ആണ് എന്നുള്ളൊരു പ്രിവിലേജ് കിട്ടും. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെതായ കൺസിഡറേഷനും കാര്യങ്ങളും ഏത് ഈവെന്റിന് പോയാലും കിട്ടും. ഓക്കെ, സ്റ്റുഡന്റ് ആണ്, ഷീ സ്റ്റിൽ ലേണിംഗ് ഓർ ഹി ഓർ ഷീ സ്റ്റിൽ ലേണിംഗ്, സ്റ്റിൽ എക്സ്പ്ലോറിംഗ്, സ്റ്റിൽ അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ള. അതുകൊണ്ടാണ് ലൈക്ക് ഞാൻ ആ ഒരു തേർഡ് ഇയറിൽ അന്ന് ആ ഒരു ഈവെന്റിന് പോയതുകൊണ്ട് വാട്ട് ഐ ഡിഡ് ദെയർ വാസ് പുട്ടിങ് മൈസെൽഫ് ഔട്ട് ദെയർ. അതായത് ഐ വാസ് ബേസിക്കലി മാർക്കറ്റിംഗ് മൈസെൽഫ് ഔട്ട് ദെയർ. അതായത് എനിക്ക് ഇതിനെ പറ്റും, എനിക്കത് പറ്റും. അന്ന് അവിടുത്തെ ആളുകൾ ഇംപ്രസ്ഡ് ആയത് മൈ മൾട്ടി ലിംഗ്വൽ സ്കിൽസ്. ബേസിക്കലി ഞാൻ കുറെ ലാംഗ്വേജസ് സംസാരിക്കും. സോ അതുകൊണ്ട് അന്ന് അതാണ് ഒരാൾ അവരെ നോട്ട് ചെയ്തത്. പിന്നെ അന്ന് സംസാരിക്കാനുള്ള സ്കിൽ ഉണ്ടായതുകൊണ്ട് തന്നെ ലൈക് പബ്ലിക് സ്പീക്കിംഗ്, ഹോസ്റ്റ് കാര്യങ്ങളിലോട്ട് പിന്നെ എനിക്ക് എൻട്രി കിട്ടി. സോ അത് ഓരോ ലൈക് സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ആണ്. അതിന് നിങ്ങളത് ആ സ്റ്റെപ്പിംഗ് സ്റ്റോണിലോട്ട് എത്തണമെങ്കിൽ നിങ്ങൾ എവിടുന്നേലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. യു നീഡ് ടു ഗെറ്റ് സ്റ്റാർട്ടഡ് സംവെയർ എൽസ്. Okay, so hackathons, conferences, and alumni meets. So these are the things that you need to look out when it comes to online or offline platforms for networking. അപ്പം ഇത് ഞാൻ പറഞ്ഞു തന്നിട്ട് കാര്യമില്ല. ഐ മീൻ പറഞ്ഞു തരേണ്ട കാര്യം ഉണ്ടാവില്ല. ബേസിക്കലി ഡിസ്കോഡിലൊക്കെ ഇഷ്ടം പോലെ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. നിങ്ങൾ ബി ഇറ്റ് വെബ് മാർക്കറ്റിംഗ്, വെബ് ഡെവലപ്മെന്റ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ബ്ലോക്ക് ചെയിൻ, എനിത്തിങ്, ഇതിനൊക്കെ സ്പെഷ്യലൈസ്ഡ് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ഓൾ ഇറ്റ് ടേക്സ് ഇസ് യുവർ എഫേർട്ട്, യുവർ മൈൻഡ് സെറ്റ്. നിങ്ങൾ ആ ഒരു മൈൻഡ് സെറ്റ് ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനത് ചെയ്തില്ല, ഐ എം ഷൈ, അല്ലെങ്കിൽ ഐ എം ബാക്കിംഗ് ഓഫ്. ലൈക്ക് എനിക്ക് തന്നെ കുറേ തവണ ഉണ്ടായിട്ടുണ്ട്. ലൈക്ക് ഇതിപ്പോ എന്താ കുറെ ഈവെന്റ്സിന് പോയിട്ട് ഐ യൂസ് ടു ഗെറ്റ് ദിസ് എ ലോട്ട്. ഓൾസോ ഞാൻ ഓരോ ഹാക്കത്തോൺസിന് പോകുമ്പോൾ എന്താ പറയാ, എന്റെ ക്ലാസ്സിൽ നിന്നൊക്കെ എനിക്ക് നല്ല കളിയാക്കൽ കിട്ടിയിട്ടുണ്ട്. ഇപ്രാവശ്യം ഈ ആഴ്ച ഏത് ഹാക്കത്തോണിനാ പോണേ, ഏത് ഈവെന്റിനാ പോണേ. ബട്ട് ഇൻ ദ എൻഡ് വെൻ ഐ ഷോഡ് ദ റിസൾട്ട്സ് ഇവരാരും പിന്നൊന്നും പറഞ്ഞിട്ടില്ല. So that's how you make the difference. You need to get started somewhere in order to make that difference. ഞാൻ എല്ലാവരോടും പറയുന്ന ടേക്ക് യുവർ ചാൻസസ്. ഞാൻ 3 സിനാരിയോസ് പറഞ്ഞുതരാം. എനിക്കിതൊക്കെ കാണുമ്പോൾ ചിരിയ വരിക. കാരണം എന്താ വെച്ചാല് ഇത് പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്ക് എന്താ തോന്നുക, ഓ സംഭവമാണ്, തേങ്ങയാണ് മാങ്ങയാണ്. അതൊന്നുമല്ല.
ഇത് ബേസിക്കലി എന്താ ഉണ്ടായത് വെച്ചാല് ഇതിലിപ്പം ഫസ്റ്റത്തെ ഈ അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ഞാൻ പറഞ്ഞില്ല, ഞാൻ കുറെ ഹാക്കത്തോൺസിന് പോലുണ്ട്. അപ്പം നമ്മുടെ IEEE ലാസ്റ്റ് ഇയർത്തെ ചെയറായ പവന് ഒരു കോള് വന്നു, നിങ്ങളുടെ കോളേജിൽ ഹാക്കത്തോണിനെ കുറിച്ച് അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? ലിറ്ററലി ഹാക്കത്തോണിനെ കുറിച്ച്. എനിക്ക് കോഡിങ് അറിയില്ല, കോഡിങ്ങിനെ കുറിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു വട്ടെങ്കിലും ക്ലാസ് എടുക്കണം എവിടെയെങ്കിലും പോയിട്ട് എന്ന്. അപ്പൊ കോഡിങ്ങിനെ കുറിച്ച് എന്തായാലും എന്നെ കൊണ്ട് എടുക്കാൻ പറ്റില്ല. പിന്നെ UI UX അങ്ങനത്തെ അതിനൊന്നും എനിക്കൊരു ചാൻസ് കിട്ടിയിട്ടില്ല. സോ അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിന്ന് അപ്പൊ അവനൊരു കോള് വന്നു, there needs to be a class taken regarding, so this was the time Tinker Hack. So if you don't know any other hackathons, Tinker Hack women's only hackathon is upcoming. I'm not marketing or anything. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ദെയർ. അത് നല്ലൊരു സ്റ്റാർട്ടാണ്. ടിങ്കർ ഹാക്ക് എന്ന് പറയും. നമ്മുടെ കോളേജിൽ ടിങ്കർ ഹബ് ഇപ്പൊ നടത്തിക്കൊണ്ട് അതിന്റെ പ്രിപ്പറേഷൻസ്, ഐ തിങ്ക് സാറ്റർഡേ ആൻഡ് സൺഡേ ഒരു മെട്രിക്സ് ഹാക്കത്തോണും നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. സോ എനിവേസ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, സോ ഈ ഒരു ഇവന്റ് എന്ന് വെച്ചാൽ അവർ നമ്മൾക്ക് തന്ന റിക്വസ്റ്റ് എന്താ വെച്ചാൽ ഹാക്കത്തോണിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഈ സ്റ്റുഡൻസ് ഇതിൽ ഇരിക്കുന്ന സ്റ്റുഡൻസ് സെക്കൻഡ് ഇയറും തേർഡ് ഇയറും സ്റ്റുഡൻസ് ആണ്. ഈ സ്റ്റുഡൻസിന് ഹാക്കത്തോൺ എന്ന് പറഞ്ഞ വേർഡ് എന്താ അറിയില്ല, അവർ കേട്ടിട്ടേ ഇല്ലാതെ. എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ആയിട്ട് ഹാക്കത്തോൺ പറഞ്ഞൊരു വേർഡേ അവർ കേട്ടിട്ട്, അവർക്ക് ഒന്നും അറിയില്ല. ലൈക്ക് ലിങ്ക്ഡിൻ എന്താ അറിയില്ല, ഒന്നും അറിയില്ല, ഒരു കാര്യം ഒന്നും അറിയില്ല. അവിടെ പോയി ഞാൻ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടോ കാര്യമായിട്ടൊന്നുമല്ല, പക്ഷെ അവിടെ പോയി ഞാൻ എന്റെ എക്സ്പീരിയൻസ് ഇതേപോലെ ഷെയർ ചെയ്ത് കൊടുത്തു. അതായത് നിങ്ങൾ തുടങ്ങേണ്ടത് ഇതാണ്, നിങ്ങൾ ഇവിടെ വെച്ചാൽ തുടങ്ങേണ്ടത്. ഐ വാസ് വെരി പ്രൗഡ് ടു സേ ദാറ്റ് അതിൽ 3 girls were still, I used to see them at every conferences that I go now. ലൈക്ക് അന്ന് ആ ഒരു ക്ലാസിന്റെ ഒരു ഇമ്പാക്ട് കൊണ്ട് തന്നെ അവരിപ്പം എല്ലാ ഇവന്റ്സിനും they take their chances and they go out there. So what they did was basically taking their chances and getting noticed. അതായത് നമ്മളെ നോട്ടീസ് ആക്കണമെങ്കിൽ നമ്മൾ തന്നെ ആ ഒരു എഫേർട്ട് എടുത്ത് അങ്ങോട്ട് പോകണം. ഓക്കെ, സോ അത് ആ ഒരു ഭയങ്കര ഫണ്ണി ഇവന്റ് ആണ്. അതായത് അന്ന് ഞാൻ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തുകൊണ്ട് തന്നെ അതിന് കുറച്ചൊരു സ്റ്റുഡൻസിനെങ്കിലും ആ ഒരു ചേഞ്ച് വന്നു. എനിക്ക് അതിൽ ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. നെക്സ്റ്റ് പിക്ചർ ഇസ് ബേസിക്കലി കേരളന്റെ ലാർജസ്റ്റ് ബീച്ച് സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ, ഹഡിൽ ഗ്ലോബൽ എന്ന് പറയും. അതും ഇതേപോലെ ഇത് വോളണ്ടിയറിംഗ് ആണ്. ഞാൻ എന്താ പറയുക, കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയൊരു ചാൻസ് ആണ്. സോ അന്ന് ആ ഒരു വോളണ്ടിയറിംഗ് ഞാൻ ചെയ്തുകൊണ്ട് അവിടെ ഐ ഗോട്ട് നോട്ടീസ്ഡ്. അപ്പം ഈ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ തന്നെ CEO ലൈക്ക് നമ്മളെ നോട്ടീസബിൾ ആണ്. അതായത് നമ്മൾ അവിടെ ചെയ്യുന്ന എഫേർട്സും കാര്യങ്ങളൊക്കെ നോട്ടീസ് ആയതുകൊണ്ട് തന്നെ I got an internship with Kerala Startup Mission, which is like the innovation incubation center of Kerala, like one of the best in Kerala. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ല, അന്ന് ആ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് അങ്ങനെ ഒരു ലൈക്ക് ഇതൊക്കെ ഓരോ ഇതിലോട്ടുള്ള ഡയറക്ഷൻസ് ആണ്. അതായത് നമ്മളിപ്പോ ഈ ഒരു ഇവന്റിന് പോയ എന്താ ഇവിടെ കാര്യം അങ്ങനെ ചിന്തിക്കരുത്. മേ ബി ആ ഒരു ഒറ്റ എഫേർട്ട് കൊണ്ട് നിങ്ങൾക്ക് വലിയൊരു ഓപ്പണിംഗ് ആയിരിക്കും വരാൻ പോണത്. ആൻഡ് മുകളിലത്തെ പിക്ചർ ഇസ് എ ടെക് ഫെസ്റ്റ്. ബേസിക്കലി ആ ഒരു ഇവന്റിന് ഞാനും മൈ പാർട്ട്ണർ ആസ് ഇൻ ദ ടീംമേറ്റ് ഞാൻ പറഞ്ഞില്ല, ഞാൻ എന്ത് ഫോംസ് കണ്ടാലും ഞാൻ വെറുതെ ഫില്ലാക്കിയിടും. സോ ഇത് IIT-ന്റെ ഒരു സ്റ്റേറ്റ് ലെവൽ കോൺടെസ്റ്റ് ചെയ്യുന്നു, ഇന്നോവേറ്റീവ് എഞ്ചിനീയറിംഗ് പ്രോജക്ട്സിന്റെ. ഞങ്ങൾക്ക് ആ ടോപ്പിക് പോലും എന്താ ഒരു ഐഡിയ ഇല്ലായിരുന്നു. എന്തോ ഒരു ടോപ്പിക് എനിക്കിപ്പോഴും അറിയില്ല എന്ത് ഞങ്ങൾ അന്ന് ചെയ്തതെന്ന്. ബേസിക്കലി ഒരു ഐഡിയേഷൻ കോൺടെസ്റ്റ് ആയിരുന്നു. I told him like let's take our chance, നമുക്ക് വെറുതെ ചെയ്ത് നോക്കാം. കിട്ടിയില്ല. അന്ന് ഞങ്ങൾക്ക് സെക്കൻഡ് അടിച്ചു. എനിക്കിപ്പോഴും അറിയില്ല ഞങ്ങൾ അന്ന് എങ്ങനെ സെക്കൻഡ് അടിച്ചതെന്ന്. എനിവേസ് അത് എനിക്ക് എന്താ പറയുക പോർട്ട്ഫോളിയോയിൽ ഇടാനുള്ളൊരു സംഭവമായി. അപ്പം ലൈക്ക് ടേക്ക് യുവർ ചാൻസസ്, ബീറ്റ് വോളണ്ടിയറിംഗ്, ബീറ്റ് ഇന്റേൺഷിപ്പ്. ഇനിയിപ്പം നിങ്ങൾ സ്റ്റുഡന്റ് ആകുമ്പോൾ കുറേ ഫുൾ അൺപെയ്ഡ് ആയിരിക്കും. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഈ അംബാസിഡർ പരിപാടിക്ക് നിൽക്കരുത്. ലൈക്ക് അതിലൊരു കാര്യമില്ല, ലിറ്ററലി വേസ്റ്റ് ഓഫ് ടൈം ആണ്. പിന്നെ ചിലവരുണ്ട് അംബാസിഡറിന് ശരിക്കും ക്യാഷ് ഒക്കെ കൊടുക്കുന്നത്, അതുണ്ട്, അത് ഫൈൻ. അല്ലാത്തത് നിങ്ങൾ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യാണ്. അതിന് ആ ഒരു സമയം കൊണ്ട് നിങ്ങൾ പോയി വേറെ എന്തേലും ചെയ്താൽ മതി. അല്ലാതെ എന്താ പറയാ, കുറെ പേരുണ്ട്. നിങ്ങൾ ലിങ്ക്ഡിനിൽ പോർട്ട്ഫോളിയോ ഉണ്ടാക്കുമ്പോഴും അത് ചെയ്യരുത്. അതായത് ഞാൻ ഇവിടെ ക്യാമ്പസ് അംബാസിഡർ ആയിരുന്നു, അല്ലെങ്കിൽ അതിൽ കാര്യമില്ല. ഐ മീൻ അതില് എന്താ പറയാ, ഇറ്റ്സ് നോട്ട് എ ബിഗ് തിങ്. ലൈക് CA എന്ന് പറഞ്ഞത് CA പെയ്ഡ് CA ഇസ് ഫൈൻ, ബട്ട് യാ താങ്ക് യു. എനി ക്വസ്റ്റ്യൻസ് സോ ഫാർ? ഐ തിങ്ക് ഇപ്പൊ എത്ര സമയം 8:30. നമുക്കൊരു Q&A സെഷനും വളരെ ഇൻഫോർമൽ ആയിട്ട് പെട്ടെന്ന് ചെയ്താണ്. So if you have any questions or anything, feel free to do so. Also, 4th years ഉണ്ടോ തീരെ എനിക്കറിയില്ല. ഇപ്പൊ കറന്റ് ഞാൻ വർക്ക് ചെയ്യണ IIM-ലാണ്. പക്ഷെ ഈ IIM-ന്റെ ഒരു ഫേസിന്റെ മുന്നേ ഒരു തൊഴിൽ രഹിതമായ ഒരു ഫേസ് ഉണ്ടായിരുന്നു.
അതാരും കാണൂല. ഓക്കെ, സോ അങ്ങനെ ഒരു ഫേസ് ഉണ്ടായിരുന്നു. ബട്ട് ആ ഒരു ഫേസിൽ ലൈക്ക് ഇഫ് അറ്റ് ഓൾ അതാ എനിക്ക് ഇനി എവിടെയും പ്ലേസ്ഡ് ആവാൻ പറ്റിയില്ല അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ ഐ വുഡ് നെവർ ഹാവ് ബീൻ പ്ലേസ്ഡ് ഹിയർ. അപ്പം എന്താ അന്ന് ആ ഒരു ഒറ്റ ചാൻസ് ഒരു പോസ്റ്റർ കണ്ടു, ബേസിക്കലി ഹൗ ഐ ഗോട്ട് ഇൻ ടു IIM ഇസ് ദ തിങ് വാട്ട് ഐ എം ഷെയറിംഗ് റൈറ്റ് നൗ. 3 ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ആൻഡ് ഔട്ട് ഓഫ് 500 സ്റ്റുഡൻസ് 50 സ്റ്റുഡൻസിലോട്ട് കട്ട് ഷോർട്ട് ചെയ്തു, പിന്നെ 10 സ്റ്റുഡൻസ് ആക്കി, പിന്നെ 4 ആൾക്കാരാക്കി, അങ്ങനെ സെലക്ട് ആയതാണ്. സോ വെറുതെ ജസ്റ്റ് എന്താ പറയാ, ജസ്റ്റ് ആ ഒരു ചാൻസ് അന്ന് എടുത്തത് കൊണ്ട് എനിക്ക് ഇന്ന് വലിയൊരു റെപ്യൂട്ടഡ് യൂണിവേഴ്സിറ്റിയിൽ ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റി. അപ്പം ലൈക്ക് ഇന്നത്തെ ഒരു ഫൈനൽ കൺക്ലൂഷൻ എന്ന് പറയുകയാണെങ്കിൽ ടേക്ക് യുവർ ചാൻസസ് ആൻഡ് ഗോ ദെയർ ഔട്ട് ആൻഡ് എക്സ്പ്ലോർ വാട്ട് എവർ യു കം അക്രോസ്. സോ ഐ തിങ്ക് ദാറ്റ്സ് ഇറ്റ്. എനി ക്വസ്റ്റ്യൻസ് ഓർ എനിത്തിങ്? പ്രൊജക്ട് മാനേജ്മെന്റ് മീൻസ്, സോ പ്രൊജക്ട് മാനേജ്മെന്റിൽ പലതും ഉണ്ട്, 2 എണ്ണം ഉണ്ട്. ഞാനിപ്പോൾ ചെയ്യുന്നത് നോൺ ടെക്നിക്കൽ പ്രൊജക്ട് മാനേജ്മെന്റ് ആണ്. അപ്പോൾ ടെക്നിക്കൽ പ്രൊജക്ട് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കോഡിങ്ങിന്റെ കുറച്ച് സാധനങ്ങൾ കുറച്ചൊക്കെ അറിയണം. ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ ബേസിക്കലി പ്ലാനിങ്, എക്സിക്യൂഷൻ, സ്ക്രാച്ച് എന്നൊരു സാധനം ഒരു പ്രൊജക്ട് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗോൾസ് അച്ചീവ് ചെയ്യുക, അത്രേ ഉള്ളൂ. ലൈക്ക് നോൺ ടെക്നിക്കലാണ്. ടെക്നിക്കൽ ആകുമ്പോൾ നിങ്ങൾ ലൈക്ക് കോഡിങ്ങിന്റെ കേസസിലാണ് വരിക. അത് ലൈക്ക് അജൈൽ പ്രൊജക്ട് മാനേജ്മെന്റ്, വാട്ടർഫോൾ പ്രൊജക്ട് മാനേജ്മെന്റ്, അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. അത് വേറെ കേസാണ്. ഞാൻ അതിന്റെ നോൺ ടെക്നിക്കൽ സൈഡാണ് ചെയ്യുന്നത്. ഐ തിങ്ക് ദാറ്റ് ആൻസർഡ് യുവർ ക്വസ്റ്റ്യൻ. ഞാൻ ബേസിക്കലി യു ക്യാൻ സേ ഞാനൊരു ഓപ്പറേഷൻസ്, മാർക്കറ്റിംഗ് എല്ലാം കൂടെ മിക്സ്, അതിന്റെ ഒരു മിക്സ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ ശരിക്കും MBA സ്റ്റുഡൻസിന് വേണ്ടി ചെയ്ത് കൊടുക്കണോ പ്രോജക്ട് മാനേജ്മെന്റ് ഒക്കെ? അതെ അതെ. സോ ബേസിക്കലി എല്ലാവർക്കും ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഈ IIM എന്താ. ഇപ്പം IIM ആളുകൾ പൊതുവെ പഠിക്കാനല്ലേ പോവുക അല്ലെങ്കിൽ ടീച്ചിങ് പ്രൊഫസറായിട്ടല്ലേ പോവാന്ന്. അത് എനിക്കും അതറിയില്ലേന്നു ഇവിടെ ലൈക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇത് ലൈക്ക് ഞാൻ പറഞ്ഞില്ലേ റെയർ ആയിട്ട് കിട്ടിയൊരു ചാൻസ് ആണ്. ഞാനൊരു പ്രൊഫസറിന്റെ അണ്ടറിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. സോ ലൈക്ക് നമ്മൾ എന്താ പറയാ, തലനാരികൾക്ക് എന്തോ പറ്റിയതാണ്, എനിക്കും അറിയില്ല. ഞാൻ ലൈക്ക് ലിറ്ററലി ആഫ്റ്റർ 4th ഇയർ ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുന്നു, എനിക്ക് എന്താ ചെയ്യേണ്ട ഒരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു എന്താ ഒരു ജോബ് ഓപ്പണിംഗ് കണ്ടതും ഞാൻ വെറുതെ അപ്ലൈ ചെയ്തു, കിട്ടി, അങ്ങനെ. അപ്പം ബേസിക്കലി എന്താ ചെയ്യുന്ന വെച്ചാൽ അത് ഒരു എങ്ങനെയാ പറഞ്ഞൊരു ഇത് ലൈക്ക് ജോബ് ഓപ്പണിങ്സ് എപ്പോഴും ഉണ്ടാവില്ല, പക്ഷെ ഇതിപ്പോ അന്ന് ഒരു പ്രൊഫസറിന്റെ റെയർ ആയിട്ടൊരു ചാൻസ് ഓപ്പണിംഗ് വന്നതുകൊണ്ട് കിട്ടിയതാണ്. Any questions? ഹലോ. Yeah. ഈ BTech കഴിഞ്ഞിട്ട് മാനേജ്മെന്റ് സൈഡിലേക്ക് പോകുന്നത് എത്രത്തോളം റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്? BTech കഴിഞ്ഞിട്ട് മാനേജ്മെന്റ്, ഞാൻ ഇപ്പൊ സത്യം പറഞ്ഞാലോ, ഞാൻ മാനേജ്മെന്റ് സൈഡിലോട്ട് പോയത് എന്താ വെച്ചാൽ എനിക്ക് കോഡിങ് അറിയാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ എന്തായാലും ടെക്നിക്കൽ സൈഡിലോട്ടേ പോവുള്ളൂ. ബിക്കോസ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ടെക്നിക്കൽ സൈഡിൽ കുറച്ചുകൂടെ പേ. സോ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ MBAക്ക് പോകുന്ന കുറേ ആൾക്കാരുണ്ട്. ആൻഡ് ഐ സജസ്റ്റ് യു ഓൾസോ ഡു ദാറ്റ് ബിക്കോസ് ഇറ്റ്സ് ഗുഡ്. സോ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക, എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ MBAക്ക് പോൺ ഇസ് ആക്ച്വലി റിയലി ഫൈൻ. ആൻഡ് വൈ ഞാൻ ഇതിനെ എന്തുകൊണ്ടാണ് പെർസ്യൂ ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് ഇനി മാസ്റ്റേഴ്സ് എടുക്കേണ്ടത് എന്താണ് ഇപ്പോഴും ഒരു വലിയൊരു ഐഡിയ ഇല്ല. സോ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഡൊമൈനിലോട്ട് പോവാത്തത്. ഇഫ് അറ്റ് ഓൾ നിങ്ങളിപ്പം ഒരു കമ്പ്യൂട്ടർ സയൻസ് ഗ്രാജുവേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓക്കെ ഇതാണ് എൻ്റെ ഫീൽഡ് എന്ന് നിങ്ങൾക്ക് 4th ഇയർ കഴിയുമ്പോൾ മനസ്സിലാവും, ഓക്കെ ഇതെനിക്ക് പറ്റില്ല, മറ്റേതെനിക്ക് പറ്റില്ല എന്നൊക്കെ. അപ്പം 4th ഇയർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഇനി കമ്പ്യൂട്ടർ സയൻസിൽ പെർസ്യൂ ചെയ്യാൻ ദാറ്റ് ഇസ് എ ഗുഡ് ചാൻസ്. പിന്നെ MBA എപ്പോഴും വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. നിങ്ങളിപ്പോൾ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടും എടുക്കാം, നിങ്ങൾക്ക് എല്ലാത്ത ടൈമിലും ലൈക്ക് പ്രൊഫഷണൽ ലൈഫ് ഒക്കെ കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ എപ്പോഴും എടുക്കാം. അപ്പൊ MBAക്ക് നിങ്ങൾ ഒരിക്കലും ലേറ്റ് ആവില്ല. ഓക്കെ, ആ ഒരു ഇനിയിപ്പം എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് MBA ഇസ് എ ഗുഡ് തിങ്. ബിസിനസ്സിൽ എപ്പോഴും ഒരു ഡിഗ്രി നല്ലതാ, ലൈക്ക് നിങ്ങൾക്ക് മാനേജ്മെന്റ് അറിയും എന്നുള്ള ഒരു എന്താ പറയുക ഒരു കാര്യമാണത്. സോ ഇറ്റ്സ് ഗുഡ് ദാറ്റ് യു ഡു ദാറ്റ്. ഐ മീൻ 4th ഇയർ ആകുമ്പോൾ ലൈക്ക് നിങ്ങൾ ഫിഗർ ഔട്ട് ചെയ്യും എങ്ങനെയായാലും. ഇപ്പൊ ചേച്ചി ഫ്രഷർ ആയിട്ടല്ലേ കയറിയത് IIM ബാംഗ്ലൂരില്? അതെ അതെ. അപ്പോ പൊതുവെ IIM ബാംഗ്ലൂരിലുള്ളവരൊക്കെ കുറച്ച് വർക്കിംഗ് പ്രൊഫഷണൽസ് ആയിരിക്കില്ലേ? അതായത് കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നതായിരിക്കില്ലേ? ഇവര് ബേസിക്കലി ഫ്രഷേഴ്സിനായിരുന്നു നോക്കുക. പ്രൊഫസർ ബേസിക് പറഞ്ഞു. അല്ല, അതെങ്ങനെയാണ് ഈ IIM ബാംഗ്ലൂരിൽ ഫ്രഷേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുവോ, അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ച് അറിയാനായിരുന്നു. അത് എന്താ വെച്ചാൽ ഇപ്പൊ നമ്മളിപ്പോ ഇതൊരു പ്രൊജക്ട് ആണ്. ഇത് ബേസിക്കലി ഞാനും ഇവിടെ പെർമനന്റ് എംപ്ലോയി ഒന്നുമല്ല, ഇവിടെ കോൺട്രാക്ച്വൽ ബേസിസിൽ തന്നെയാണ് കയറിയിട്ടുള്ളത്. അപ്പോ
പൊതുവേ ഉള്ളൊരു നോഷനാണ് ഇവിടെ കയറാൻ പറ്റില്ല, ലൈക്ക് വർക്കിംഗ്. എനിക്കും ഉണ്ടായിരുന്നു എനിക്ക് ഇവിടെ കയറാൻ പറ്റുമെന്ന് ഞാൻ എൻ്റെ മനസ്സ് പോലും വിചാരിച്ചിട്ടില്ല. ഞാൻ വിചാരിച്ചെന്താ വെച്ചാൽ 4th ഇയർ കഴിഞ്ഞിട്ട് ഞാൻ കാറ്റ് എക്സാം എഴുതിയിട്ട് ഇവിടെ പഠിക്കണം എന്നായിരുന്നു. പക്ഷെ ഗോഡ് ഹാഡ് അതർ പ്ലാൻസ്. ഞാനിപ്പോൾ ഇവിടെ വർക്ക് ചെയ്യണം. അപ്പോൾ എന്താ വെച്ചാൽ വർക്ക് ഇപ്പൊ ഞാൻ ചെയ്യുന്ന പ്രൊജക്ടിന് അവർക്ക് വർക്ക് എക്സിന്റെ ആവശ്യമില്ല, ഫ്രഷേഴ്സിന് ആണ് അവർക്ക് ആവശ്യം. സോ ദാറ്റ് ഇസ് ഫൈൻ. ബട്ട് പ്രൊഫസേഴ്സ് അല്ലെങ്കിൽ റിസർച്ച് അതിനൊക്കെ വർക്ക് എക്സ് ആവശ്യമുണ്ട്. അതായത് നിങ്ങൾക്ക് കുറച്ച് എന്തെങ്കിലും കാര്യം അറിയണം, അല്ലാതെ ഫ്രഷേഴ്സിന് ഒരിക്കലും IIM-ലോട്ട് കയറാൻ പറ്റില്ല. ഇതർ കാറ്റാണ് നിങ്ങൾക്ക് ഒറ്റ എൻട്രി ഉള്ളത്, ആൻഡ് ദർ ഇസ് ഓൺലൈൻ ഡിഗ്രി. പക്ഷെ അത് പേയ്മെന്റ് കൊടുത്തിട്ടുള്ളതാണ്. സോ അതിനും വലിയ കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മുടെ കോളേജിൽ വരുന്ന പ്ലേസ്മെന്റിൽ ജോബ് കിട്ടാൻ നോക്കുന്നതാണോ അതോ ഇപ്പോൾ ചേച്ചി കയറിയ ഒരു കമ്പനീസ് അപ്രോച്ച് ചെയ്യണം? കോളേജിൽ വരുന്ന പ്ലേസ്മെന്റ് ഒരിക്കലും ഇരിക്കാതെ ഇരിക്കരുത്. അതായത് നിങ്ങൾക്ക് ഇപ്പം ഇങ്ങനെ ഇപ്പൊ പറയാ, ചിലൊരു TCS ഒക്കെ വരുമ്പോ ചിലപ്പം ഞങ്ങളുടെ ബാച്ചിൽ കുറെ പേരൊന്നും ഇരുന്നിട്ടില്ലായിരുന്നു, എന്താ പാക്കേജ് കുറവാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അന്ന് ആ ഇരിക്കാത്ത ആളുകൾ ഇപ്പൊ വീട്ടിലിരിക്കുന്നുണ്ട്. സോ നമ്മളെപ്പോഴും ആ ചാൻസ് എടുക്കണം. ഞാൻ പറഞ്ഞിട്ടില്ല, ചാൻസ് എടുക്കണം. കാരണം ഇത് നമുക്ക് ഒരിക്കലും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല എന്താ പറ്റുകയെന്ന്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ചാൻസ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ലിറ്ററലി ഇപ്പൊ വീട്ടിലിരിക്കുന്നുണ്ടാവും. എനിക്കൊരു ഐഡിയ ഇല്ല ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്. അപ്പം എന്താ പറയാ, നമ്മുടെ കോളേജിന്റെ പ്ലേസ്മെന്റ് കാര്യം വളരെ പരിതാപകരമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളിങ്ങനെ ഈവെന്റ്സിനൊക്കെ പോയിട്ട് കുറച്ച് കണക്ഷൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് സ്റ്റാർട്ട് ഗെറ്റിംഗ് പ്ലേസ്ഡ് ബൈ യുവർ 4th ഇയർ. കാരണം നമ്മുടെ കോളേജിൽ ഇപ്പം എന്താ പറയാ, സോ ഫാർ ഞാൻ കേട്ടെടുത്തോളം ഞങ്ങളെ ബാച്ചിന്റെയും കാട്ടിയും കഷ്ടമാണ് ഇപ്രാവശ്യത്തെ ബാച്ച്. സോ നോ മാറ്റർ, ഇത് സ്റ്റുഡൻസിന്റെ പ്രശ്നമല്ല, അത് കോളേജിന്റെ ഒരു കാരണമാവാം, കോളേജിന്റെ കമ്മിറ്റി കാരണമാവാം, വി ഡോണ്ട് നോ. ബട്ട് പ്ലേസ്മെന്റിൽ ജോബ് കിട്ടുന്നത് നല്ലതാണ്. പിന്നെ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാലോ. അതായത് ഇപ്പം ഞങ്ങളുടെ ബാച്ചിൽ തന്നെ കുറെ പേര് UST-യിൽ കയറിയവരുണ്ട്, അതേ പേർക്ക് തന്നെ ക്യൂബോസ്റ്റിൽ കിട്ടിയവരുണ്ട്. സോ ദേ ഓപ്റ്റഡ് വിച്ച് ഹാസ് മോർ സാലറി, അങ്ങോട്ട് പോയി അവര്. സോ ഓപ്ഷൻസ് എപ്പോഴും വെക്കുന്ന, ചോയ്സസ് എപ്പോഴും വെക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ നമുക്ക്, എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഹു വാസ് ലൈക്ക് സോ ഷ്യൂർ ദാറ്റ് ഹീസ് ഗോണ ക്രാക്ക് ഗേറ്റ് എക്സാം. പക്ഷെ ആളുടെ ഒപ്പമുള്ള ആളുകളൊക്കെ ക്രാക്ക് ചെയ്തു, ആള് ക്രാക്ക് ചെയ്തില്ല. സോ വാട്ട് ഹാപ്പൻഡ്, പ്രഡിക്ഷൻ വാസ് റോങ്. അപ്പം ആള് ലൈക്ക് വാസ് വെരി ഡിസപ്പോയിന്റഡ്. അപ്പൊ അതാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല നമ്മൾ എന്താ എവിടെ എന്താ എത്തുകയെന്ന്. അത് വെച്ചിട്ട് നിങ്ങൾ ആ ഒരു ചാൻസ് കളയാൻ നിൽക്കരുത്. അതായത് ഇതിന് പാക്കേജ് കുറവാണല്ലോ, അല്ലെങ്കിൽ വെറുതെ എഴുതി നോക്കുക, ഒന്നും പറ്റാൻ പോകുന്നില്ലല്ലോ. ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എടുത്തു എന്ന് വെച്ചിട്ട് നിങ്ങൾ ചിലപ്പം ക്വാളിഫൈ ചെയ്തു തന്നെ വരില്ല. അപ്പം ക്വാളിഫൈ ആ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എടുക്കുക, വെറുതെ എഴുതുക. I mean, take your chances. That's it. Things to do in the unemployment phase. ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിന്ന് അപ്സ്കിൽ ചെയ്യുക. എനിക്ക് എൻ്റെ ഒരു കാര്യം എടുക്കുകയാണെങ്കിലും എനിക്കിപ്പോഴും അറിയില്ല ഞാൻ എന്ത് ഡയറക്ഷനിലാണ്. ഞാൻ അങ്ങനെ ഒരു ലൈനിൽ ഇങ്ങനെ പോകുന്നുണ്ട് എന്നുള്ളൂ. ബട്ട് എൻ്റെ മിസ്റ്റേക്സ് എന്നാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞിരുന്നതൊക്കെ. സോ അൺഎംപ്ലോയ്മെന്റ് ഫേസിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, അങ്ങനെ ഒരു ഫേസ് വരാതിരിക്കട്ടെ. ഇഫ് അറ്റ് ഓൾ ഇഫ് ഇറ്റ്സ് കമ്മിങ്, അപ്സ്കിൽ ചെയ്യുക. അതായത് വെറുതെ കുറേ ഓൺലൈൻ കോഴ്സ് ചെയ്യുക, അതും ഒരു കാര്യമാണ്. നിങ്ങൾ വെറുതെ കുറേ ഇങ്ങനെ, എനിക്കുണ്ടായിരുന്നു യൂഡമിയിൽ വെറുതെ എന്തെങ്കിലും പോയി ചെയ്യുക. യൂഡമി എടുക്കുക, വെറുതെ എന്തെങ്കിലും പഠിക്കുക, യൂഡമി എടുക്കുക. അത് നല്ലതാണ്. പക്ഷെ ഒരു സ്പെസിഫിക് ഗോളിലോട്ട്, ലൈക്ക് ഇപ്പൊ നിങ്ങൾ പ്രൊജക്ട് മാനേജ്മെന്റ് എടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രൊജക്ട് മാനേജ്മെന്റ് മാത്രം ഫോക്കസ് ചെയ്യുക. എനിക്കുള്ളൊരു പരിപാടിയാണ്. അതായത് ഒരേ ടൈമിൽ തന്നെ ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്യും. അത് ചിലപ്പോൾ നല്ലതാണ്, ചിലപ്പം വളരെ മോശമാണ്. അതുകൊണ്ട് തന്നെ അക്കാഡമിക്സ് ലെവൽ വളരെ മോശമാണ്. ആ അക്കാഡമിക്സ് ലെവലിന്റെ ടൈമിൽ ഉണ്ടാവും ഞാൻ വേറെ ഏതെങ്കിലും മത്സരത്തിന് പോയിരിക്കുന്നുണ്ടാവും. എൻ്റെ ഒരു സ്വഭാവമാണ്. അപ്പോൾ അത് ചെയ്യാതിരിക്കുക. അൺഎംപ്ലോയ്മെന്റ് ഫേസിൽ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ തന്നെ അപ്സ്കിൽ ചെയ്യുക. പിന്നെ അങ്ങനെ ലിങ്ക്ഡിനിൽ ജോബ്സ് ഒക്കെ കണ്ടിട്ടുണ്ടോ? ബേസിക്കലി ചാർജ് ഇല്ല. ലിങ്ക്ഡിനിൽ ആണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതായത് വെറുതെ ഓരോന്നിങ്ങനെ അപ്ലൈ ചെയ്തിടുക. ചിലപ്പോ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ ഡൂം സ്ക്രോൾ ചെയ്യണതിന് പകരം ആ ഒരു ടൈം മതി നിങ്ങൾക്ക് ലിങ്ക്ഡിനിൽ ചിലപ്പം ഒരു ജോബ് ഓഫറോ അല്ലെങ്കിൽ ഇന്റേൺഷിപ്സോ കിട്ടാൻ. ഓക്കെ, കോൺഫറൻസസ് എല്ലാം കോസ്റ്റ്ലി അല്ല, ജസ്റ്റ് വാക്കിംഗ് പോസിബിൾ ആണ്. അതാ ഞാൻ പറഞ്ഞത്, സ്റ്റുഡന്റ് പ്രിവിലേജസ്. സ്റ്റുഡന്റ് ആകുമ്പോൾ കുറെ പ്രിവിലേജസ് ഉണ്ട്. നിങ്ങൾ ഒന്ന് പോയി
ഷോ അപ്പ് ചെയ്താൽ മതി. കോൺഫറൻസസ് പറഞ്ഞാൽ പിന്നെ ഞാൻ വേറെ കാര്യം വിട്ടുപോയത് എന്താ വെച്ചാൽ, ഞാൻ പോയ ഒരു ഒറ്റ സാധനത്തിന് ഞാൻ ഒരിക്കലും ഒരു പെയ്ഡ് കോഴ്സ് ചെയ്തിട്ടില്ല. പെയ്ഡ് എന്താ പറയാ, ലൈക്ക് പെയ്ഡ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പേ ചെയ്തിട്ടുള്ള ഒരു കാര്യം. എപ്പോഴും സ്റ്റുഡന്റ് ആകുമ്പോൾ ഇങ്ങോട്ടാ കിട്ടുക, ലൈക്ക് സ്റ്റൈപ്പൻസ് ഇങ്ങോട്ടാ വരേണ്ടത്. ഇന്റേൺഷിപ്പ് നിങ്ങൾ അങ്ങോട്ട് പേ ചെയ്തിട്ടുള്ള ഇന്റേൺഷിപ്പ് ചെയ്തിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഒരു കാര്യമില്ല, ഇങ്ങോട്ട് സ്റ്റൈപ്പൻഡ് കിട്ടുന്ന ചെയ്യാം. ഇപ്പം അൺപെയ്ഡ് ആണെങ്കിലും അതൊരു എക്സ്പീരിയൻസ് ഉണ്ടാക്കുന്നതാണെങ്കിൽ അത് നല്ലതായിരിക്കും. ഓക്കെ, സോ കോൺഫറൻസസ് എന്ന് പറഞ്ഞാൽ ഞാൻ പോയ കോൺഫറൻസ് ഒറ്റൊന്നും ഞാൻ അതിന്റെ ടിക്കറ്റിനോ ഒന്നിനും ഞാൻ പേ ചെയ്തിട്ടില്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് ആയി ഷോ അപ്പ്, ഞാൻ സ്റ്റുഡന്റ് ആണ്, എന്റെ കയ്യിൽ ക്യാഷ് ഇല്ല, ഞാൻ എന്റെ കാര്യം ലൈക്ക് സത്യാവസ്ഥ പറഞ്ഞു കൊടുത്തു. ഓക്കെ, അപ്പം സ്റ്റുഡന്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കൺസിഡറേഷൻ കിട്ടും. നിങ്ങൾ കുട്ടികളാണ്, നിങ്ങളുടെ അടുത്ത് നിങ്ങൾ ലൈക്ക് എന്താ പറയാ, യു ആർ ലൈക്ക് എക്സ്പ്ലോർ ചെയ്യുകയാണ്. അപ്പം എങ്ങനെയായാലും സോ ഫാർ ഇപ്പം ഞാൻ ആ ഫസ്റ്റത്തെ കോൺഫറൻസ് പറഞ്ഞില്ല, അതിന്റെ ഒരു ടിക്കറ്റിന് എത്രയോ $ആണ് ആ ടിക്കറ്റിന്റെ വില. പക്ഷെ അന്ന് ഞാൻ വെറുതെ എന്റെ ഒരു ഇമ്പൾസീവ് ഡിസിഷനിൽ അന്ന് അവിടെ മുഖം കാണിച്ചതുകൊണ്ട് ഓക്കെ, ആള് സ്റ്റുഡന്റ് ആണ്, ആള് വന്നതല്ല എന്തായാലും ഇത്ര ദൂരം, അതുകൊണ്ട് അന്ന് ആ ഒരു കോൺഫറൻസിലോട്ട് എന്നെ കയറ്റി. ഓക്കെ, സോ കോൺഫറൻസസ് കോസ്റ്റ്ലി എന്ന് വിചാരിച്ചിട്ട് പോവാതെക്കരുത്. കോൺഫറൻസസ് ഒരിക്കലും നിങ്ങളോട് മീൻസ് അങ്ങനത്തെ കോൺഫറൻസിന് പോവാതെക്കുക. അതായത് നിങ്ങൾ ടിക്കറ്റിന് ക്യാഷ് കൊടുത്തിട്ടുള്ള കോൺഫറൻസസ് ഇസ് എ വേസ്റ്റ്. ലൈക്ക് അതായത് നിങ്ങളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇറ്റ്സ് ഗുഡ്. അല്ലാതെ വെറുതെ ഞാൻ ഇതുവരെ ഒരിക്കലും ഞാൻ എൻ്റെ ഒരു ടിക്കറ്റ് ഞാൻ എടുത്തിട്ടില്ല. എന്തേലും ഞാൻ എപ്പോഴും അതിലൊരു ലൂപ്പ് ഹോൾ നോക്കും, എന്തെങ്കിലും ഒരു ഫ്രീ ആയിട്ട് അതിൽ കയറാൻ പറ്റുമോ എന്നുള്ളൊരു പരിപാടി ഞാൻ നോക്കും എങ്ങനെങ്കിലും. സോ ദാറ്റ്സ് വാട്ട് ഐ ഡു. ഞാൻ എൻ്റെ കണക്ഷൻസ് വെച്ചിട്ടോ അല്ലെങ്കിൽ അപ്പം ചിലവർ പറയുന്നത് കണക്ഷൻസ് വെച്ചിട്ടാണ് ഈ IIM കയറിയത്. IIM നിങ്ങൾക്ക് ഒരിക്കലും കണക്ഷൻസ് വെച്ച് കയറാൻ പറ്റില്ല. ബേസിക്കലി ഐ ഹാഡ് ടു ക്ലിയർ ലൈക്ക് 3 sort of interviews and that's how I got it. നിങ്ങൾക്ക് എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ തന്നെ അവർ കയറ്റുള്ളൂ. സോ യാ, ഐ തിങ്ക് ദാറ്റ് പോസിബിളി ആൻസേർഡ് യുവർ ക്വസ്റ്റ്യൻ. നെറ്റ്വർക്കിംഗ് ഒട്ടും അറിയാത്ത ഒരാൾക്ക് ഇനീഷ്യൽ ടിപ്സ് പറയാമോ? നെറ്റ്വർക്കിംഗ് അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ എൻ്റെത് ഒരു എക്സ്ട്രോവേർട്ടഡ് ക്യാരക്ടറാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് അത് വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷെ ഈ കുറച്ചൊരു ഇൻട്രോവേർട്ട് നല്ല ലൈക്ക് ബാഡാന്നല്ല ഞാൻ പറയുന്നത്, അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആ ഒരാളായിട്ട് സംസാരിക്കാൻ. ലൈക്ക് ഭയങ്കര എന്താ പറയാ, എന്താ അവരെ ചിന്തിക്കുക, അവർ ഓവർ തിങ്ക് ചെയ്ത് എങ്ങോട്ടോ എത്തിയിട്ടുണ്ടാവും. നമുക്ക് ഓവർ തിങ്കിങ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് അവർ ചെയ്യണമെന്ന് വെച്ചാല്, ഇപ്പം ആവശ്യം നിങ്ങളുടെതാണ്. അപ്പം നിങ്ങളിങ്ങനെ എനിക്ക് എൻ്റെ ഒരു സർക്കിളിൽ നിന്ന് മനസ്സിലായിടത്തോളം ഇൻട്രോവേർട്സ് ഭയങ്കര ഒബ്സർവൻ്റ് ആണ്, ഒരു കാര്യങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒബ്സർവ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഒരു സെർട്ടൈൻ ഒരു വർക്കിംഗ് പ്രൊഫഷണലിനെ നിങ്ങൾ നോട്ട് ഇട്ടു എന്ന് വിചാരിച്ചോ, അപ്പം ആളെടുത്ത് പോയിട്ട് ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക. അത് നിങ്ങൾ തന്നെ എടുക്കണം, ആർക്കും വന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. അതായത് ഞാൻ ഈ സ്റ്റുഡൻ്റ് ആണ്, എനിക്ക് കമ്മ്യൂണിക്കേഷന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സോ എന്താ പറയാ, അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഇന്ന കോളേജിൽ ഇന്ന 4th year സ്റ്റുഡൻ്റ് ആണ്, എനിക്ക് ഇനി വലിയൊരു ഐഡിയ ഇല്ല. ആ ഒരൊറ്റ കോൺവേഴ്സേഷൻ പിന്നെ അയാൾ ലീഡ് ചെയ്തോളൂ. ഓക്കെ, അയാൾ ബാക്കിയുള്ള കണ്ടിന്യൂ ചെയ്തോളൂ. നിങ്ങൾ ജസ്റ്റ് കേട്ടാൽ മതിയാവും. പക്ഷെ ആ ഫസ്റ്റ് എഫേർട്ട് ഇടേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഓക്കെ, അല്ലാതെ ആരും നിങ്ങൾക്ക് ചെയ്തുതരാൻ പോകുന്നില്ല. ഇപ്പം എൻ്റെ ഒപ്പമുള്ള എൻ്റെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞില്ല, എല്ലാവരും എന്നെ കളിയാക്കിയിരുന്നു എവിടേക്കാ പോകുന്നത്. അവസാനം റിസൾട്ട്സ് വന്നപ്പോൾ everyone fell silent. കാരണം എന്താ, ആക്ച്വൽ സോളിഡ് റിസൾട്ട്സ് കാണാൻ തുടങ്ങി ഞാൻ ഈ ഈവെന്റ്സിന് പോയതുകൊണ്ട്. ഓക്കെ, സോ അന്ന് ഞാൻ ചെയ്തിരുന്നതാണ്, അതായത് ഞാനൊരാളെ വെയിറ്റ് ചെയ്യാൻ നിൽക്കില്ല. എനിക്കൊരു പരിപാടിക്ക് തോന്നുന്ന ഇവള് ഈ എൻ്റെ കൂടെ വരുമോ അല്ലെങ്കിൽ നീ എൻ്റെ കൂടെ വരുമോ, അങ്ങനത്തെ പരിപാടിയില്ല. എനിക്ക് എൻ്റെ ഒരു ആവശ്യത്തിനാണ് ഞാൻ പോകുന്നത്. സോ ഞാൻ തന്നെ ആ എഫേർട്ട് എടുത്തിട്ട് ഞാൻ തന്നെയാണ് ആ ഒരു ഈവെന്റിന് പോവുക. ലൈക്ക് ഞാൻ മോസ്റ്റ് ഓഫ് ദ ടൈംസ് ഞാൻ ഒറ്റയ്ക്കായിരുന്നു. കാരണം എന്താ വെച്ചാൽ ആരും അതൊക്കെ ഭയങ്കര ദൂരല്ലേ മേ ബി ആ ദൂരം താണ്ടിയിട്ട് ആ പോയത് കൊണ്ട് മേ ബി വലിയൊരു ചാൻസ് ആയിരിക്കും, നമുക്ക് വലിയൊരു ഓപ്പണിംഗ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. സോ ആ ഒരു ഒറ്റ എഫേർട്ട് കൊണ്ട് എനിക്ക് ഞാൻ പറഞ്ഞില്ല, കുറേ പോസിബിലിറ്റീസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഒരാളെ കാത്തിരുന്നിട്ട് ഇവള് വരുന്നില്ല, സോ ഞാൻ എന്താ പറയാ, എനിക്ക് പോവാൻ മടിയാണ് അല്ലെങ്കിൽ ഞാൻ പോകുന്നില്ല, സിൻസ് ഷീ ഓർ ഹി ഡിഡ്ന്റ് ജോയിൻ മീ. ദാറ്റ് ഇസ് ദ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് യു ആർ നോട്ട് ഗോണ ഡു. ബിക്കോസ് ഇൻ ദ എൻഡ് നിങ്ങളുടെ കരിയറും നിങ്ങളുടെ മീൻസ് സോൾലി ബേസ്ഡ് ഓൺ യു. അതായത് നിങ്ങൾ മാത്രമാണ് അത് ലൈക്ക് ചേഞ്ച് ചെയ്യിക്കാൻ പറ്റുക. സോ നെറ്റ്വർക്കിംഗ്, ഐ തിങ്ക് ഐ ആൻസേർഡ് ദ ക്വസ്റ്റ്യൻ. നെറ്റ്വർക്കിംഗ് ഒട്ടും അറിയാത്ത 5G, യാ ഗോട്ട് ഇറ്റ്. ഓക്കെ, കോഡിങ്ങിന്റെ ഒരു ബേസും ഇല്ലാത്ത ഒരാൾ ഹാക്കത്തോൺസ് അറ്റൻഡ് ചെയ്യുന്ന സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ ഞാനല്ല യഥാർത്ഥ എക്സാമ്പിൾസ്.
എനിക്ക് ഞാൻ പറഞ്ഞാല് എനിക്ക് കോഡിങ് അറിയാം, എനിക്ക് വേണമെന്ന് വെച്ചാൽ എനിക്ക് കോഡിങ് അറിയാം. ലൈക്ക് കോഡിങ് അറിയില്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് ഒന്നുമില്ല. പക്ഷെ ഭയങ്കര മടിയാ എനിക്ക്. ഒരു സ്ഥലം പോയാൽ ഞാൻ എന്റെ ഹാക്കത്തോൺ തുടങ്ങിയത് UI/UX-ലാണ്, അതായത് ഡിസൈനിങ് ഫേസിൽ. ഡിസൈനത്തോൺ എന്ന് പറഞ്ഞിട്ടൊരു ഹാക്കത്തോൺസ് ആപ്പ് ചെയ്യുന്നത്, അത് ബേസിക്കലി സോൺലി UI/UX-ന്റെ ഹാക്കത്തോൺസ്. അങ്ങനെയാണ് ഞാൻ തുടങ്ങിയത്. ഓക്കെ, അന്ന് ഇതേപോലെ കുറെ പാരന്റ്സിനെ കൺവിൻസ് ചെയ്തിട്ട് ഈ ഹാക്കത്തോൺ ഉണ്ട്, ഇന്ന് പോകണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയൊക്കെയോ കൺവിൻസ് ചെയ്തതാ. ഓക്കെ, സോ ഹാക്കത്തോണിന് കോഡിങ് അറിയില്ല എന്ന് പറഞ്ഞ് പോവാതിരിക്കരുത്. അതിനാണ് നമ്മൾ ടീമായിട്ട് പോകുന്നത്. അപ്പം നിനക്കിപ്പം ഒരു എന്തേലും ഇപ്പം എൻ്റെ ഒരു ഇതെന്താ വെച്ചാൽ ഐ വാസ് ഗുഡ് വിത്ത് പ്രസന്റേഷൻ, ഐ വാസ് ഗുഡ് വിത്ത് UI/UX. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഞാൻ മോസ്റ്റ് ഓഫ് ദ ഹാക്കത്തോൺസ് ലാസ്റ്റ് എന്റെ 4th ഇയറിലൊന്നും ഞാൻ ഒരു പണിയും പോയും ചെയ്യലില്ല. ഹാക്കത്തോണിൽ പോയി ഞാൻ വെറുതെ അവിടെ പോയിരിക്കില്ല. ഞാനൊരു ടീമിനെ കൊണ്ടുപോകും. ഈതർ വിൻ ഓർ വി ലൂസ് ചെയ്തു വെച്ചിട്ട് നമ്മൾ പോവാതിരിക്കരുത്. അപ്പൊ കോഡിങ്ങിന്റെ ബേസ് അറിയാത്ത ആളാന്ന് വെച്ചിട്ട് അവിടുന്ന് ചിലപ്പം ഞാൻ പറയില്ല, ഞാൻ UI/UX ഇന്റത് കോറായിട്ട് പഠിച്ചത് തന്നെ ഈ ഹാക്കത്തോണിന് പോയതുകൊണ്ടാണ്. കാരണം നമ്മൾ ഒറ്റയ്ക്കിരുന്ന മേ ബി നമ്മൾ അപ്സ്കിൽ ചെയ്യൂല. ഞാൻ അറ്റ്ലീസ്റ്റ് അപ്സ്കിൽ ചെയ്യലില്ലായിരുന്നു. കാരണം ഞാൻ ഒറ്റയ്ക്കിരുന്ന ഞാൻ വേറെ എന്തെങ്കിലും പണിയിലായിരിക്കും, അല്ലെങ്കിൽ ആരോടെങ്കിലും സംസാരിച്ചിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഒരു ഹാക്കത്തോണിന് ഒരു ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ട് അന്ന് ഞാൻ ഫിഗ്മ പഠിച്ചു. അങ്ങനെ കുറെ ആ അന്നൊരു കോമ്പറ്റീഷന്റെ കാരണം കൊണ്ട് കുറെ സാധനം പഠിച്ചു. അപ്പം അതും ഒരു ടേണിംഗ് പോയിന്റ് ആണ്. അതായത് ഹാക്കത്തോണിന് പോയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്താ പറയാ, നിങ്ങൾ വിചാരിക്കാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോംസോ നിങ്ങൾ ചിലപ്പോൾ അവിടെ ആളുകൾ സ്റ്റുഡൻസിനായിട്ട് നെറ്റ്വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആവും. അപ്പൊ ചിലപ്പോൾ അവിടുത്തെ സ്റ്റുഡൻസിനൊക്കെ ആയിട്ട് നെറ്റ്വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ഓ ഞാൻ വളരെ പിന്നിലാണല്ലോ, എനിക്ക് ഇനിയും കുറെ സ്കിൽസ് പഠിക്കാണ്ട്. അപ്പൊ നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു മോട്ടിവേഷനും കിട്ടും. അത് അതിന്റെ ഒരു അഡീഷണൽ ബെനിഫിറ്റ് ആണ്. അതായത് ഹാക്കത്തോണിന് പോകുമ്പോൾ അടിപൊളിയായിട്ട് കോഡ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോ ഇവർക്ക് എന്താ പറയാ ഇതൊന്നൊരു വിഷയമാവൂല. ഈ ഹാക്കത്തോണൊക്കെ ജസ്റ്റ് കോഡ് ചെയ്തവർക്ക് കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പൊ നമ്മൾ വിചാരിക്കും, ഓ ഞങ്ങളൊക്കെ എത്ര ബാക്കിലാണെന്ന്. അപ്പൊ അത് വിചാരിച്ചിട്ട് പോവാതെ നിൽക്കരുത്. അറ്റൻഡ് ചെയ്യുന്നത് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ നല്ലതാണ്. ഞാൻ ഉള്ള കാര്യം പറയണേ, UI/UX ഡെവലപ്മെന്റ് ഞാൻ പഠിച്ചത് തന്നെ ഞാൻ ഹാക്കത്തോണിന് പോയത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ എനിക്കിപ്പോഴും അറിയുന്നുണ്ടാവില്ല. എനിക്കിപ്പോഴും ഒരു സോളിഡായിട്ട് സ്കിൽ ഉണ്ടെങ്കിൽ UI/UX ഡെവലപ്മെന്റ് ആയിരിക്കും. അപ്പോ ഐ തിങ്ക് ഐ ആൻസർഡ് യുവർ ക്വസ്റ്റ്യൻ, ഗായത്രി ജെ പിഷാരടി. ഒരു ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആണ്. എവിടുന്ന എന്താ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഒരു ഐഡിയ കിട്ടുന്നില്ല. ഫസ്റ്റ് ഇയർ എന്താ ചെയ്യുക? അപ്പൊ നമ്മുടെ കോളേജിൽ കമ്മ്യൂണിറ്റി എത്രത്തോളം ആക്റ്റീവ് ആണെന്ന് എനിക്ക് ഒരു ഐഡിയ അല്ല. ബട്ട് നമ്മള് ഓൺലൈനായിട്ട് കുറെ ബൂട്ട് ക്യാമ്പ്സ് കാണുമല്ലോ. എന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഞാൻ എല്ലാ ബൂട്ട് ക്യാമ്പ്സിനും രജിസ്റ്റർ ചെയ്യും, ഗ്രൂപ്പിൽ കയറും, പിന്നെ എന്നെ കാണൂല. ഞാൻ പിന്നെ വേറെ എന്തെങ്കിലും പണിക്ക് പോയിട്ടുണ്ടാവും, എനിക്ക് അടുത്ത രജിസ്ട്രേഷന് പോയിട്ടുണ്ടാവും. ഇത് എനിക്ക് പറ്റിയ വലിയൊരു തെറ്റാണ്. എനിക്ക് ഭയങ്കര റിഗ്രറ്റ് ഉണ്ട് ഇപ്പോഴും. ആ ഒരു കൺസിസ്റ്റൻസി സ്കീ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ആ കൺസിസ്റ്റന്റ് ആ ഒരു ഡിസിപ്ലിൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. 4th ഇയർ ആകുമ്പോൾ തൊഴിൽരഹിതമായി നിൽക്കരുത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ അത് തുടങ്ങുക. ഫസ്റ്റ് ഇയർ ഒക്കെ ആണെങ്കിൽ ഇറ്റ്സ് ദ ബെസ്റ്റ് ചാൻസ് ടു ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് ഇയർ ഇസ് എക്സ്പ്ലോറിംഗ് ഫേസ് എന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഫസ്റ്റ് ഇയർ എല്ലാ തേങ്ങയും പോയി വെറുതെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. യുഡെമി, കോഴ്സർ, അങ്ങനെ കുറെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. എല്ലാത്തിലും പോയി എല്ലാ കോഴ്സും നമുക്ക് ഇങ്ങനെ ചില കോഴ്സുകൾ കാണുമ്പോൾ തോന്നും, ഇതെനിക്ക് ഒന്നും കത്തുന്നില്ല. എനിക്ക് ബാക്ക് ആൻഡ് കോഡിങ് അങ്ങനെയായിരുന്നു, എനിക്ക് ഒന്നും കത്തലില്ലായിരുന്നു. അപ്പം അങ്ങനെ എക്സ്പ്ലോർ ചെയ്യുക, അതാണ് ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ചെയ്യേണ്ടത്. അപ്പൊ വെബ് ഡെവലപ്മെന്റ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. പിന്നെ ഫസ്റ്റ് ഇയർ ആന്ന് വെച്ചിട്ട് എനിക്ക് ഒന്നും അറിയില്ല എന്ന് വെച്ചിട്ട് പോവാതെ നിൽക്കരുത്. ഫസ്റ്റ് ഇയർ ആണ് ഏറ്റവും ബെസ്റ്റ്. എനിക്ക് ഇപ്പോഴും റിഗ്രറ്റ് ആണ്, ഞങ്ങൾക്ക് ഫസ്റ്റ് ഇയർ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇയർ ആണ് നിങ്ങൾ എന്താ പറയാ ഓഫ്ലൈൻ ഇവന്റ്സിന് പോവുക, എല്ലാ ഓഫ്ലൈൻ ഇവന്റ്സിനും പോവുക. ഇപ്പം ഇങ്ങനെ കോവിഡിന്റെ ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് ഓഫ്ലൈൻ ഇവന്റ്സിന് ആരും നിങ്ങൾ തടയുന്നൊന്നുമില്ലല്ലോ. സോ എനിക്കൊന്നും അറിയില്ല, ഞാൻ ആ ഇവന്റിന് പോയിട്ട് എന്താ ചെയ്യുക, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഉണ്ടാവും ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആകുമ്പോൾ. ഒരിക്കലും ഇല്ല. അവിടെ ഈ നമ്മുടെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മുടെ കോളേജിനും ഈ CET ഒക്കെ ഡിഫറൻസ് വരുന്ന ആ ഒരു കോൺസെപ്റ്റിന്, ആ ഒരു തിങ്കിങ്ങിലാണ്. അതായത് അവിടുത്തെ സ്റ്റുഡൻസ് അവർക്കൊന്നും അറിഞ്ഞിട്ടില്ല, പക്ഷെ അവർ ഈ ഹാക്കത്തോണിന് പോയിട്ട് എന്തേലും അല്ലറ ചില്ലറ സ്കിൽസ് അപ്പം വെച്ച് പഠിച്ചിട്ട് അവർ അവിടുന്ന് എന്തെങ്കിലും മേ ബി ഒരു ചെറിയ വെബ്സൈറ്റ് ആയിരിക്കും, ഒരു HTML വെബ്സൈറ്റ്, അവിടുന്ന് അവരെ ബിൽഡ് ചെയ്യും. അത് ഭയങ്കര കഴിവാണ്. സോ ആ ഒരു തിങ്കിങ് മാറ്റിയാൽ മതി, ആ ഒരു മൈൻഡ് സെറ്റ് എടുത്താൽ മതി. അതായത് ഫസ്റ്റ് ഇയർ ആന്ന് വെച്ചിട്ട് എനിക്ക് സോറി ഗൈസ് കണക്ഷൻ എന്തുകൊണ്ടാ പോണ എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഐ തിങ്ക് ആ കുട്ടി ചോദിച്ച ക്വസ്റ്റ്യൻ നോക്കട്ടെ. അപ്പം എന്താ ചെയ്യേണ്ടത് വെച്ചാല് പോവുക, ഓഫ്ലൈൻ ഇവന്റ്സിന് എല്ലാത്തിനും പോവുക. ഒന്നും അറിയില്ല എന്ന് പറഞ്ഞിരിക്കരുത്. അതാണ് ആദ്യം പറയാനുള്ളത്. ഷൈ ആണ്, അറിയില്ല, അല്ലെങ്കിൽ എന്റെ കൂടെ വരാൻ ആരുമില്ല,
ദർ വാസ് എ ജൂനിയർ ഓഫ് മൈൻ, എനിക്ക് ആളുടെ പേര് ഓർമ്മല്ല. ആൾ ഇതേപോലെ ആള് ഫസ്റ്റ് ഇയറിൽ മെൻഡറായി പോയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര അത്ഭുതം. അന്ന് ഞാൻ 4th ഇയർ ആയിരുന്നു. ആള് ഫസ്റ്റ് ഇയറിൽ മെൻഡറായി പോയിട്ടുണ്ട്. ഓക്കെ, സോ അതാണ് ആളെന്താ ചെയ്ത് അവിടെ ആളുടെ ചാൻസ് എടുത്തു. ആൾക്കൊന്നും അറിയില്ല, പക്ഷെ ആള് ജസ്റ്റ് പഠിച്ചെടുത്തു പെട്ടെന്ന്. അപ്പം ഫസ്റ്റ് ഇയർ തന്നെ ആള് മെൻഡറായി. ഓക്കെ, സോ അറിയില്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ഞാൻ എന്റെ എക്സ്പീരിയൻസ് തന്നെ പറയാണ്. എനിക്ക് ഇതറിയില്ല, കോഡിങ് അറിയില്ല എന്ന് പറഞ്ഞ ലൈക്ക് കുറേ മാസങ്ങൾ വേസ്റ്റ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഇയർ ആയപ്പോൾ എനിക്ക് ബേസിക്കലി ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ റോൾസിലോട്ട് കയറാൻ പറ്റിയില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇയർ ആണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പോവാതെ നിൽക്കരുത്. ഓഫ്ലൈൻ ഇവന്റ്സിന് പോവുക. ഇനിയിപ്പൊ നിന്റെ കൂടെ ആരും ഇല്ലെങ്കിലും ഒറ്റക്ക് പോവുക. ഒറ്റക്ക് പോകാനുള്ള ആ ധൈര്യം കാണിക്കുക. പിന്നെ അവിടെ പോകുമ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് ആളുകൾ കിട്ടും. പിന്നെ നിങ്ങളൊരു ടീം ആവും. പിന്നെ ആ ടീമായിരിക്കും ഓരോ ഈവെന്റ്സിന് പോകാൻ തുടങ്ങുക. അപ്പൊ നമുക്ക് നമ്മളെ കോളേജിൽ നിന്ന് തന്നെ ഒരു ടീംമേറ്റ്സ് വേണമെന്ന് നിർബന്ധമല്ല. ഇറ്റ് ക്യാൻ ബി ഫ്രം എനി അതർ കോളേജസ് ആസ് വെൽ. ആ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയാൽ പിന്നെ നിങ്ങളെ പിടിച്ചാൽ കിട്ടൂല. ഐ തിങ്ക് ദാറ്റ് ആൻസർ യുവർ ക്വസ്റ്റ്യൻസ്. ആൻഡ് മേരി റോയ്. I think any questions എല്ലാം തോന്നുന്നു. So thank you everyone for being here today, and thank you to our speaker Sharon for sharing your valuable insights for us. Thank Thank you you. for having me. Bye guys.